സാധാരണഗതിയിൽ പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾക്ക്, ആനുകാലികങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് വളരെ സുപരിചിതനായ ആളാണ്. അദ്ദേഹം യാത്ര ചെയ്യുന്ന ഒരാളാണ്, ഒരു ദാർശനിക ലെവലിൽ എഴുതുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ഹിമാലയൻ യാത്രാ വിവരണങ്ങൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കവിതാ സമാഹാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കലയെയും സാഹിത്യത്തെയും വളരെ ആഴത്തിൽ പഠിക്കുകയും അതിനെ ഒരു ദാർശനിക സ്വഭാവത്തോടു കൂടി അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ വളരെ വൈദഗ്ധ്യമുള്ള ആളാണ് പ്രസന്നകുമാർ. ഞാൻ സമയം കളയുന്നില്ല. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണ്. അതുപോലെ തന്നെ അവരുടെ കുടുംബം എല്ലാം കൊണ്ടും സാഹിത്യപരമായിട്ടുള്ള സാറിൻ്റെ ഭാര്യയും അതുപോലെ രാധിക ഒക്കെ ഇവരെല്ലാം സാഹിത്യപരമായ എല്ലാ മേഖലകളിലും വളരെ സജീവമായിട്ട് ഇടപെടുന്ന ആളുകളാണ്. സാറിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കാഠ്മണ്ഡുവിലാണെന്ന് പറയുന്നത്. ഇത്രയും ബഹുമാനപ്പെട്ട കെ.എം. ജോർജച്ചൻ, പ്രിയ സുഹൃത്ത് മാത്യു വർച്ചർ സാറ്, പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഇങ്ങനെ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ചില അവസ്ഥയിലായിരുന്നതുകൊണ്ട് സുഘടിതമായ ഒരു പ്രഭാഷണമോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഞാൻ അങ്ങനെ ഒരു സുഘടിത പ്രഭാഷണം നടത്താവുന്ന ഒരു വിഷയമല്ല സംസാരിക്കുന്നതും. വളരെ ലളിതമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് അച്ഛൻ്റെ കലാചിന്തയും സൗന്ദര്യചിന്തയും കാഴ്ചപ്പാടും ഒക്കെ ആയിട്ട് കൂടി ബന്ധപ്പെട്ടതാണ് എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, നമ്മുടെ കാലം വളരെ സങ്കീർണമാണ്, എല്ലാ തരത്തിലും സങ്കീർണമാണ്. വളരെ ദ്രുതവേഗത്തിൽ പായുന്ന ഒരു ലോകമാണ്. അതിൻ്റേതായ ആഘാതങ്ങൾ നമ്മൾ അനുദിനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 5-8 മാസം മുമ്പ് ഞാനും അതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങി, ഒന്ന് വഴിമുറിച്ച് കിടന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് എന്താണ് പക്ഷേ നാം ഈ സങ്കീർണത കൊണ്ട് നേടുന്നത് എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഈ കഠിനമായ അല്ലെങ്കിൽ എത്രയും വേഗത്തിലുള്ള ഈ പാച്ചിൽ കൊണ്ട് നാം എന്താണ് നേടുന്നത് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനിടയിൽ നിന്നാണ് ഈ ലളിതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉയർന്നു വരുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഒരുപക്ഷെ അച്ഛൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അതിലും ഇതായിരിക്കാം, ജീവിതം കുറേ കൂടിയൊക്കെ ലളിതവും ലാഘവം നിറഞ്ഞതുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാമ്പത്തികമായൊരു ഒട്ടനവധി ക്ലേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ജീവിതത്തിന് ഒരു സൗന്ദര്യവും ഭംഗിയും ലാളിത്യവും ഒരു പ്രകൃതിബദ്ധതയും മനുഷ്യർ തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ ആധിക്യവുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഒരു 60-70-കളിലേക്ക് ഞാൻ. അപ്പോൾ അച്ഛനൊക്കെ അതിലും പഴയൊരു കാലത്ത് അത് കുറേ കൂടി. പക്ഷേ അതിനുശേഷം പല ഘട്ടങ്ങളിൽ കൂടി കടന്നു വന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ ലോകം വലിയ വികാസത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. നാം അന്യഗോളങ്ങളിലേക്ക് സഞ്ചരിച്ചു പോകുന്നു. വ്യാവസായികമായിട്ടുള്ള വലിയ കുതിപ്പ് നാം നേടിയിട്ടുണ്ട്. എങ്കിൽ കൂടി ഇങ്ങനെയെല്ലാം മുന്നോട്ട് പോകുന്തോറും എവിടെയോ എന്തോ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു ദുഃഖം ഒരുപക്ഷെ ഇന്ന്
ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരിലും എന്ന് ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യരിലൊക്കെ അവശേഷിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് കൂടുതൽ ഏകാന്തമായി തീരുന്ന ജീവിതമാണ് ഇന്ന് നമുക്കുള്ളത്. വലിയ ആൾക്കൂട്ടങ്ങൾക്കിടയിലും നാം ഏകാന്ത ജീവികളായി മാറുന്ന, അപ്പോൾ ആൾക്കൂട്ടം എന്ന് പറയുന്ന 74 ഇറങ്ങിയ നോവലിലതാണ്. വലിയ ആൾക്കൂട്ടത്തിനിടയിൽ ആനന്ദിൻ്റെ ഒറ്റപ്പെട്ട ഏകാകികളായ മനുഷ്യരുടെ ധർമ്മസങ്കടങ്ങൾ, അവരുടെ ജീവിത സങ്കീർണതകളൊക്കെയാണ് ആ നോവലിൽ. ഇത് പക്ഷെ നാം അനുദിനം സംസാരിക്കുന്നത് മറ്റ് മനുഷ്യർ തമ്മിലുള്ള പാരസ്പര്യത്തെക്കുറിച്ചോ ഐക്യത്തെക്കുറിച്ചോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. നമ്മുടെ ദൈവബോധങ്ങളൊക്കെ കുറേ കൂടി ഘടനാപരമായിട്ട് വികസിതമായി. മുമ്പ് അത് അത്രയൊന്നും വികസിതമായിരുന്നില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഞാൻ ഈ അടുത്തൊരു സ്ഥലത്തായിരുന്നു എൻ്റെ ചെറുപ്പം, ഗുണമാളൂരെന്ന് പറയും. അവിടെ ക്ഷേത്രങ്ങളുടെ ഒരു ഗ്രാമമാണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ ലളിതമായിരുന്നു കാര്യങ്ങൾ. വലിയ ആർഭാടങ്ങളില്ല, വലിയ വിളക്കുകൾ അല്ലെങ്കിൽ വലിയ ഘോഷങ്ങളില്ല. ചില അല്പം 1, 2, 3 വിളക്കുണ്ടാവും. കുളമാളൂർ, വാസുദേവപുരം, രവീശ്വരം, കരുകുളങ്കര, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ. അപ്പോൾ ഈ വാസുദേവപുരം എന്നൊക്കെ പറയുന്ന ക്ഷേത്രമൊക്കെ കുഞ്ഞനമ്പ്യാരൊക്കെ വന്ന് താമസിച്ചിട്ടുള്ള സ്ഥലമാണ്. അതിനൊക്കെ ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷവും അതായിരുന്നു അവസ്ഥ. പക്ഷെ അതിനൊരു എന്താണ് പറയേണ്ടത്, ആ എണ്ണ, നല്ലെണ്ണയുടെ ദീപം തെളിഞ്ഞ ആ വിളക്ക്, 1, 2 വിളക്ക് മതി. ആ ശ്രീകോവിലിനെ എത്രമേൽ ദീപ്തമാക്കിയിരുന്നു എന്ന് ഞാൻ ആലോചിക്കുകയാണ്. വലിയ പ്രാർത്ഥനാരവങ്ങളില്ല, വലിയ ഭജനകളില്ല, ഒന്നുമില്ല. ആ അന്തരീക്ഷം മാത്രം മതി. ഞാനിപ്പോൾ ക്ഷേത്രത്തിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. കേരള ക്ഷേത്രങ്ങളെല്ലാം ഭൂമിയോട് പതിഞ്ഞ അതിൻ്റെ ഒരു എന്താണ് പറയുക, വാസ്തുശില്പം എന്ന് പറയുന്നത് ഭൂമിയോട് പതിഞ്ഞു നിൽക്കുന്നതാണ്, വലിയ സ്ട്രക്ചറുകളല്ലാതെ. അത് പ്രകൃതിയോടുള്ളൊരു ചേർച്ചയെ കാണിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യനെ മറ്റുള്ള ഒരു വ്യവഹാരങ്ങളിൽ നിന്ന് ഏകാഗ്രമാക്കാനുള്ള ഒരു ശാന്തതയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശേഷി അതിനുണ്ടായിരുന്നു. അത് ഇതുപോലെ വലിയ ഒരുപാട് വഴിപാടുകളുടെ കാലമൊന്നും ആയിരുന്നില്ല. അത് അല്പം ഈ ഉണക്കച്ചോറ് എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ചെറിയ ഇത് ഇപ്പോൾ വഴിപാടുകൾക്കായിട്ട്, ഞാൻ ക്ഷേത്രത്തെയോ ആചാരങ്ങളെയോ കുറ്റപ്പെടുത്തുകയില്ല. സംഭവിക്കുന്നത് വലിയ വികാസങ്ങൾ. ഇങ്ങനെയുള്ള ദേവാലയങ്ങളിൽ പോലും, പള്ളികളുടെ കാര്യത്തിലും മറിച്ചല്ല സ്ഥിതി എന്ന് നമുക്കറിയാം. അച്ഛൻ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഒഴിഞ്ഞു മാറിയെന്നല്ല, അതിനോട് തൊട്ടും തൊടാതെയും എങ്ങനെയാണ് അച്ഛന് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഒരു അതിമതബോധത്തിലേക്കുമൊക്കെ നാം അതിൻ്റെ ലാളിത്യത്തിൽ നിന്ന് അതിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഒരു അതിമതബോധത്തിലേക്കൊക്കെ എത്തുന്നതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളാണ് നാം കാണുന്നത്. ഇപ്പോൾ 90കളിൽ OV വിജയന് വളരെ സരളമായിട്ട് ഈ വരുന്ന ഇന്ത്യയെക്കുറിച്ച് ഏതാണ്ട് ഒരു 10-35 കൊല്ലം മുമ്പ്, അദ്ദേഹം 30 കൊല്ലം മുമ്പ് എഴുതിയത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അത് ഹൈന്ദവനും അതിഹൈന്ദവനും എന്നാണ്. അപ്പോൾ അദ്ദേഹം വളരെ സരളമായിട്ട് അതിൽ പറയുന്നുണ്ട്, നമ്മുടെ വഴി ഒന്നേ ഉള്ളൂ, ഹൈന്ദവനെ അതിഹൈന്ദവനിൽ നിന്ന് മോചിപ്പിക്കുക. ഇത് തന്നെയാണ് ക്രൈസ്തവനെ അതിക്രൈസ്തവനിൽ നിന്ന് മോചിപ്പിക്കുക, മുസ്ലിമിനെ അതിമുസ്ലിമിൽ നിന്ന് മോചിപ്പിക്കുക. അതായത് യഥാർത്ഥ ദർശനത്തിലേക്ക്, യഥാർത്ഥ ഹിന്ദു ദർശനമോ ക്രൈസ്തവ ദർശനമോ മുസ്ലിം ദർശനത്തിലേക്ക് വരണമെങ്കിൽ ഈ അതി എന്നുള്ളത് ഒഴിവാക്കണം. ആ അതിയാണ് പിന്നീട് പലതിലേക്കും പോവുകയും അത് അധീനതയായിട്ട് മാറുകയും അത് തീവ്രമായി മാറുകയും അത് മനുഷ്യവിരുദ്ധമൊക്കെ ആയി മാറുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ വരുന്നത്. അപ്പോൾ ഈ ലാളിത്യത്തിൻ്റെ ഒരു ധാര, അത് മതത്തിലാവട്ടെ ജീവിതത്തിലാവട്ടെ ഒക്കെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ശരിയാണ്, വികസനത്തെ ഒന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല, നമുക്കത് ആവശ്യവുമാണ്. പക്ഷേ ഇത് ഏത് രീതിയിൽ നാം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 70s
അച്ഛനൊക്കെ നന്നായിട്ട് അറിയാവുന്ന വിഷയമാണ്. അച്ഛൻ്റെ മുമ്പിലൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് തന്നെ ഒരു വലിയ ഒരു വിഷമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ആധുനികതയുടെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ആധുനികതയെ നാം സാഹിത്യത്തിലൊക്കെ കൈകാര്യം ചെയ്യുന്നത് വളരെ ഭ്രമാത്മകമായിട്ടുള്ള എഴുത്തുകളുടേതാണ് ആധുനികത എന്നുള്ളതാണ്. ഇപ്പം മുകുന്ദൻ്റെയൊക്കെ നോവൽ, ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്ന നോവലുകളോ അല്ലെങ്കിൽ കുഞ്ഞബ്ദുള്ളയുടെ നോവലുകളോ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ വിജയൻ്റെ തന്നെ ചില രചനകളോ ഒക്കെയുള്ള അത് അസ്തിത്വവും മറ്റു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭ്രമാത്മകതകളുടേതായിട്ടുള്ള ഒരു സംഘാതം എന്ന നിലയിൽ ആധുനികതയെ അതല്ലാതെ ആധുനികതയ്ക്ക് മറ്റൊരു വശമുണ്ടായിരുന്നു, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വശമുണ്ടായിരുന്നു. അത് നമ്മുടെ ഇവിടെ പിന്നീടാണ് 70-കൾക്ക് ശേഷം 80-കളിലോ 90-കളിലാണ് ആ ധാരയിലേക്ക് നാം എത്തുന്നത്. അപ്പോൾ 70-കളിൽ തന്നെ ആ സമയത്ത് തന്നെ ഒരു ജർമ്മൻ ചിന്തകൻ, എക്കണോമിസ്റ്റ്, ജർമ്മൻ തന്നെ അല്ല, അദ്ദേഹത്തിന് വേറൊരു രാജ്യമായിട്ട് ബന്ധമുണ്ട്, E.F. ഷൂമാക്കർ, അതെ. അപ്പോൾ അതെ, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നൊരു സിദ്ധാന്തം കൊണ്ടുവന്നു. നമ്മൾ എത്ര പേര് ഇന്നിപ്പോൾ ഒരുപക്ഷെ എല്ലാം മറന്നുപോയി, പൊതുവെ ചിന്തകരെല്ലാം മറന്നുപോയൊരു സംഗതിയാണ് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. അദ്ദേഹം 1977 മരിച്ചു. അപ്പോൾ 64-ാം വയസ്സിൽ മരിച്ചുപോയി. അപ്പോൾ 73-ലാണ് മറ്റാണ് ഈ പുസ്തകം വരുന്നത്. അതിൽ അദ്ദേഹം ഈ ലോകത്തിൻ്റെ ഈ കുതിപ്പ്, ലോകത്തിൻ്റെ എക്കണോമിക്സിൻ്റെ പശ്ചാത്തലത്തിൽ, ധനതത്വശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകം നേരിടുന്ന പ്രശ്നങ്ങളെ വളരെ ദാർശനികമായിട്ടും അദ്ദേഹം അതിൽ സമീപിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ അഭിവീക്ഷണങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. അത് കുറേയൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു. അതിലദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ സ്മോൾ എന്നുള്ളതിൻ്റെ ഒരു ദർശനം അദ്ദേഹം അതിനകത്ത് കൊണ്ടുവരികയാണ്. അതിന് ചില സംഗതികളൊക്കെ അദ്ദേഹം ചില വേർഡ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ചില കീ വേർഡ്സ്. അതൊക്കെ ഇന്ന് നമ്മൾ ഒരുപക്ഷെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്ന വാക്കുകൾ അദ്ദേഹം അന്ന് ഉപയോഗിച്ചു. അന്നത്തെ പ്രശ്നം ഉണ്ടാക്കിയില്ല. ഒന്ന് സെപ്പറേറ്റിസം തന്നെയാണ്, തിരിക്കൽ. ആ തിരിക്കൽ എന്നുള്ളത് പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ ആ ഒരു വാക്ക് ഉപയോഗിച്ചാൽ വേറെ തിരിവുകളാണ് നാം ഉദ്ദേശിക്കുന്നത്, മതപരമായ തിരിവുകൾ. ഇതങ്ങനെയല്ല, ചെറുതുകളുടെ തിരിവുകൾ, ചെറുതുകളിൽ നിന്നുള്ള റീജിയണലിസം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ഒരു ആദർശം നൽകി. റീജിയണലിസം എന്ന് പറഞ്ഞാൽ കേവല പ്രാദേശികവാദമല്ല അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിലുപരി ഈ പ്രാദേശികമായ സത്തകളുടെ ഊർജം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നാണ് വലിയ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ വെച്ചിട്ട് ഷൂമാക്കർ ചെറുതത്ര മനോഹരം, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ഇതൊരു വലിയ ആ സമയത്ത് തന്നെയാണ് ഈ ലോകമാകെ 60-കളിൽ തന്നെ തുടങ്ങി, കാൾ സാഗിൻ്റെയും ഒക്കെ തുടങ്ങി ഈ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ സജീവമായിട്ട് വരികയും ആധുനികമായ കൃഷിരീതികൾ ഒക്കെ മണ്ണിന് അപകടം ചെയ്യുമെന്നുള്ള മനസ്സിലാക്കൽ സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പാരിസ്ഥിതികമായ വലിയ മുന്നേറ്റങ്ങൾ അന്ന് അതിൻ്റെ ആശയങ്ങൾ ആ കാലത്തുണ്ടായി. 80-കളിൽ അത് കേരളത്തിലേക്കും എത്തി. അപ്പോൾ അതൊക്കെ ജീവിതത്തെ കുറേ കൂടി ലളിതവും പ്രകൃതിബദ്ധവുമാക്കി മാറ്റുക. അതല്ലെങ്കിൽ നമ്മുടെ ഈ മനുഷ്യ സമൂഹം വലിയ പ്രതിസന്ധികൾ നേരിട്ടേക്കും എന്നുള്ള ഒരു സൂചനകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രവചനങ്ങളായിരുന്നു ഈ സിദ്ധാന്തങ്ങളൊക്കെ വഴി വന്നിരുന്നത്. ഇപ്പോൾ കടുംകൃഷിയുടെ കാർഷിക വിപ്ലവത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മാതൃക രൂപം കൊണ്ട ജപ്പാനിൽ തന്നെയാണ്. കടുംകൃഷി എന്ന് പറയുന്ന ഏറ്റവും മിനിമം സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയുണ്ട് ജപ്പാനിൽ തന്നെയാണ്. ഫുക്കുവോക്ക എന്ന് പറയുന്ന നവീന കൃഷിയുടെ നവീന എന്ന് പറയാൻ പറ്റില്ല, കൃഷിയുടെ ഒരു ദർശനം അവതരിപ്പിക്കുന്ന ഒരു മഹർഷി തുല്യനായിട്ടുള്ള ഒരു കർഷകൻ രൂപപ്പെട്ടത്. അത് ആ കൃഷി അവിടുത്തെ നിലനിൽക്കുന്ന കൃഷിരീതിയോടുള്ള എതിർപ്പായിരുന്നു. അവിടുത്തെ സങ്കീർണമായ കൃഷിരീതി കൂടുതൽ കാലം നിൽക്കുകയില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കൃഷിയുടെ തനിമകളിലേക്കും മണ്ണിനെ മലിനപ്പെടുത്താത്ത കൃഷിരീതിയിലേക്കുള്ള മടക്കം അനിവാര്യമാണെന്നും അത് മണ്ണുമായിട്ട് നാം ഒരു സാൽമ്യം, ഒരു മാനസികമായും എല്ലാ തരത്തിലുമുള്ള ഒരു ഐക്യം അല്ലെങ്കിൽ ഒരു ചേർച്ച, പാരസ്പര്യം മണ്ണുമായിട്ടുണ്ടാവണം എന്നുള്ള
ദർശനവുമൊക്കെ ഫുക്കുവോക്കയുടെ ദർശനത്തിന് ഒരുപാട് മുഖങ്ങളുണ്ട്. അതൊരു ജീവിത ദർശനം തന്നെ, കൃഷി ഒരു ജീവിത ദർശനം തന്നെയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം രൂപപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ചേർത്ത് പിടിച്ചിരിക്കുന്നത് ജീവിതത്തിൻ്റെ ചില സരളതകളിലേക്കുള്ള അഭിമുഖങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ജനാലകൾ, സരളതകളിലേക്കുള്ള ജനാലകൾ തുറന്നിടുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഫുക്കുവോക്ക പറഞ്ഞ സംഗതി ഭാരതത്തിൽ മുമ്പ് ഋഷിമാർ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഋഷി ഖേത്തി എന്നാണ് അത് അതിന് ഹിന്ദിയിൽ പറയുന്ന വാക്ക്, ഋഷി ഖേത്തി. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ രീതിയിലുള്ള കൃഷി, പ്രകൃതിയെ മലിനപ്പെടുത്താത്ത, പ്രകൃതിയെ അലോസരപ്പെടുത്താത്ത കൃഷി രീതി ആരംഭിക്കുന്നത് മധ്യപ്രദേശിലെ ഇട്ടാർസിക്കടുത്തുള്ള ഹോഷംഗാബാദ് ജില്ലയിലുള്ള റസൂലിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രണ്ട്സ് റൂറൽ സൊസൈറ്റി എന്ന് പറയുന്ന കുറേ ഇങ്ങനെയുള്ള താല്പര്യമുള്ള കുറേ ചിന്തകരുടെയും കൃഷിക്കാരുടെയും ഒക്കെ ഒരു കൂട്ടായ്മയിലാണ് അത് രൂപപ്പെടുന്നത്. ഫുക്കുവോക്ക അവിടെ ഒന്ന് താമസിച്ചിട്ടുണ്ട്. ഞാൻ 80-ൽ റസൂലിയ 88-ൽ ഞാൻ ആ റസൂലിയയിൽ പോവുകയുണ്ടായി. അപ്പോൾ അവിടെ ഏറ്റവും സരളമായ മണ്ണിളക്കാത്ത ഒരുതരം കൃഷി രീതി രൂപം കൊണ്ടു. അതാണ് ഇപ്പോൾ പല രീതിയിലും പല ഏക്കറുടെ രീതിയും ഡൂയിങ് നത്തിങ് ഫാമിങ്, ഇങ്ങനെയുള്ള പല വികാസങ്ങൾ അതിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വലിയ വലിയ വ്യാവസായികമായ ഇത്തരം ഇതിനെതിരെ ഒരു സമാന്തരമായിട്ടും ഭൂമിയോടും മണ്ണിനോടും ഐക്യപ്പെട്ടുകൊണ്ടുമുള്ള ഒരു 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 കൃഷി ദർശനം മുമ്പോട്ട് വയ്ക്കുകയുണ്ടായി. ഇപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മാതൃകകളും അത് കൃഷിയിൽ മാത്രമല്ല, ഇപ്പോൾ ഈ മതത്തിലും സയൻസിലുണ്ടായി, മതത്തിലുണ്ടായി. ഇപ്പോൾ മതത്തിൻ്റെ സൂക്ഷ്മമായ അംശങ്ങളെ ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള ദർശനങ്ങളുണ്ടായി. ഇപ്പോൾ സൂഫി പോലുള്ള ദർശനങ്ങൾക്ക് പ്രാധാന്യം വന്നു തുടങ്ങി. ക്രിസ്തീയതയുടെ തന്നെ ഏറ്റവും സൂക്ഷ്മമായ അംശങ്ങളിലേക്കുള്ള, അതിൻ്റെ ത്യാഗോന്മുഖമായ അംശങ്ങളിലേക്കുള്ള അച്ഛനൊക്കെ നന്നായിട്ടറിയാം, അങ്ങനെയുള്ള ശ്രമങ്ങളുണ്ടായി. ഇതൊക്കെ ഇത് സംഭവിച്ചുകൊണ്ടിരുന്നു. ഇത് ഈ ലളിതമായിട്ടുള്ള ഒരു രീതിയുടെ ഒക്കെ ചേർന്ന് നിൽപ്പാണ് അച്ഛനെ പോലുള്ള ഒരു ചെയ്തിരുന്നത്. അതിൻ്റെ വരകളിലും അത് കാണാം. അതിൻ്റെ ഈ പല ചിത്രങ്ങളുടെയും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഇതിൽ പല ചിത്രങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സരളമായിട്ടുള്ള, എന്നാൽ അത് വളരെ സത്താപരമായിട്ടും മൂല്യപരമായിട്ടും വളരെ തേജസ്സുള്ള ഒരു വര സമ്പ്രദായം അല്ലെങ്കിൽ ചിത്രകലാ സമ്പ്രദായം അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അറിയാം അദ്ദേഹത്തിൻ്റെ ദർശനത്തിന്. ഞാനിപ്പം അദ്ദേഹത്തെക്കുറിച്ചും കൂടി ഇടയ്ക്ക് സംസാരിക്കുകയും അതിൽ നിന്ന് മറ്റു ചിലതിലേക്ക് പോവുകയും ഒക്കെ ചെയ്തൊരു അരമണിക്കൂർ കൊണ്ട് നിർത്താവുന്നതാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കുറിപ്പുകൾ ഞാനിപ്പോൾ ഈ പുസ്തകത്തിലെ ഏത് കുറിപ്പെടുത്ത് നോക്കിയാലും നമുക്കതറിയാം. ഇരമ്പുന്ന സാഗരം, എൻ്റെ കയ്യിൽ കിട്ടിയൊരു കുറിപ്പെന്നാണ് അച്ഛൻ്റെ. വിശുദ്ധമായ സാഗരം, കടൽ, വിശുദ്ധമായ ആ സാന്നിധ്യത്തിന് മുൻപിൽ ഞാൻ കൈകൂപ്പി നിന്നു, ഒന്നും ചിന്തിക്കാതെ, ഒന്നും പറയാതെ, ഒന്നും പ്രാർത്ഥിക്കാതെ, ഒരു നിമിഷം മാത്രം. ഇപ്പോൾ സാഗരം വീണ്ടും ഇരമ്പി ഉയരുന്നു. അപ്പോൾ ഇതിലെ ഒരു സരളതയുടെ ദർശനം വരുന്നത് ഒന്നും ചിന്തിക്കാതെ, ഒന്നും പറയാതെ, ഒന്നും പ്രാർത്ഥിക്കാതെ എന്നതിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് അതിലൊരു നിസ്സംഗതയുണ്ട്, അതിലൊരു ധ്യാനമുണ്ട്, അതിലൊരു ആ ഒരു അന്തരീക്ഷത്തിലേക്കുള്ള ഒരു ആഴ്ന്നു പോകലുണ്ട്. അതിൽ തൻ്റെ അഹം എന്നുള്ള എല്ലാ സത്തകളിൽ നിന്നും തന്നെ മോചിപ്പിക്കുവാനുള്ള ഒരു വാഞ്ചയുണ്ട്. അപ്പോൾ ഇതാണ് അച്ഛൻ്റെ ഞാൻ അച്ഛനെ നിർത്തി പറയുമ്പോൾ അങ്ങനെ പറയുന്ന അച്ഛനെ തന്നെ അത് വിഷമമായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. 2-3 പാസേജുകൾ മാത്രം ഇതിനകത്തുനിന്ന് വായിക്കട്ടെ. അതെ, അതുകൊണ്ട് പരിചയം. അപ്പം ഇത് എന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? വളരെ സരളമാണ്, പക്ഷെ അതിൽ വളരെ ഒരു പുൽനാമ്പിൽ ഒരു മഞ്ഞുതുള്ളി എങ്ങനെ നിൽക്കുന്നു, അപ്പോൾ അതിലേക്ക് വരുന്ന വെളിച്ചം, അത് സൃഷ്ടിക്കുന്ന ഒരു പ്രഭാവമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആ രീതിയിൽ വാക്കുകളിലേക്കും ദർശനത്തിലേക്കും അദ്ദേഹം തൻ്റെ ചിന്തകളെ, കാവ്യാത്മകമായ ചിന്തകളെ
പ്രസരിപ്പിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഈ അവിടെ ഇരിപ്പുള്ള ഈ പുസ്തകം. ഇപ്പോൾ അത് വളരെ സരളമാണ്, വലിയ ദർശനങ്ങളൊന്നും ഇല്ലാതെയും ഇത് അവതരിപ്പിക്കാം. ചുമ്മാ ഒരു കാഴ്ച മതി, ഒരു കാഴ്ച. ഇപ്പം മരം വിരുന്നൊരുക്കുമ്പോൾ മുറ്റത്തെ ചിക്കുമരത്തിൽ ചില കായകൾ പഴുത്തു തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞത് പക്ഷികളുടെ ശബ്ദം കേട്ടപ്പോഴാണ്. പലതരം പക്ഷികളും അണ്ണാറക്കണ്ണന്മാരും ബഹളം കൂട്ടി തുടങ്ങുമ്പോൾ മനസ്സിലാക്കണം എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന്. ഇനി രാത്രിയിൽ വലിയ കടവാവലുകൾ എത്തിത്തുടങ്ങും പഴം തിന്നാൻ. ചെടി നട്ടുവളർത്തി പരിപാലിച്ച് എനിക്ക് അതിൽ പഴമുണ്ടാകുന്നത് മണത്തറിയാൻ കഴിയുന്നില്ലല്ലോ. ഒരു പഴം പോലും തിന്നാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. എങ്കിലും സന്തോഷിക്കാൻ വകയില്ലാതില്ല. വവ്വാലുകൾക്കും മരപ്പട്ടികൾക്കും അണ്ണാന്മാർക്കും വിരുന്നൊരുക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ചിക്കുമരം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എന്താണ് ഈ ഒരു സരളതയുടെ തത്വചിന്തയെന്നോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം സരളതയുടെ സമ്പദ് ശാസ്ത്രം എന്ന് പറയാം നമുക്ക്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ ഈ ഷൂമാക്കർ അവതരിപ്പിച്ചതിന് സരളതയുടെ സമ്പദ് ശാസ്ത്രം എന്ന് പറയാം. ആ പുസ്തകത്തെക്കുറിച്ച് മലയാളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനത്തിൻ്റെ പേരും സരളതയുടെ സമ്പദ് ശാസ്ത്രം തന്നെയാണ്. അത് ആശാമേനോൻ എഴുതിയതാണ്. അപ്പോൾ ഇതാണ് ഈ മരം. അപ്പോൾ അവിടെ ഈ മരം നാം സാധാരണ സാമ്പ്രദായികമായി കാണുന്ന ഒരു രീതി അല്ലാതെ ആ മരം എനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിലൊന്ന് അതിൻ്റെ കായ മുഴുവൻ എനിക്കാണ് എന്നുള്ളൊരു ചിന്ത അവിടെ വരുന്നില്ല. ഇത് വളരെ സ്വാഭാവികമായിട്ട് മനസ്സിലുണ്ടാകുന്ന ഒരു സംഗതിയാണ്. ഇത് നമുക്ക് അത്ര എളുപ്പത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക്, ആ മാനസികാവസ്ഥയിലേക്ക് എത്താൻ വിഷമം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഗാന്ധി ലാളിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധിയെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും പറയേണ്ടത്. ഇപ്പോൾ ഗാന്ധി ഗാന്ധിയുടെ ലൂയി ഫിഷറിൻ്റെ ഗാന്ധിയുടെ ജീവചരിത്രം മിക്കവാറുമൊക്കെ എല്ലാവരും വായിച്ചതാവും. ഗാന്ധിയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ പുസ്തകങ്ങളിലൊന്നാണ് ഈ ലൂയി ഫിഷറുടെ ഗാന്ധിയുടെ ജീവചരിത്രം. അപ്പോൾ അതിൽ ഈ സബർമതിയിൽ നിന്ന് ഒരു കിണ്ടി വെള്ളവുമായിട്ട് വരുന്ന ഗാന്ധിയോട് ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു മൊന്ത വെള്ളം, എന്തുകൊണ്ടാണ് ഇത്ര കുറച്ച് വെള്ളം? അപ്പോൾ ഗാന്ധി തൻ്റെ വളരെ ലാഘവത്തോടു കൂടി എപ്പോഴും ഗാന്ധി അങ്ങനെയാണല്ലോ സംസാരിക്കുന്നത്. മറ്റു പല കാര്യങ്ങൾക്കിടയ്ക്ക് ഇങ്ങനെ പറയും. ഇപ്പോൾ ഗാന്ധി സിനിമയിൽ നമുക്കറിയാം ഈ നെഹ്റുവും പട്ടേലും ഒക്കെ വന്ന് വലിയ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗാന്ധി എന്താ ചെയ്യുന്നത്? ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആടുകൾക്കും മറ്റോ പുല്ലുമൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക ഇടയ്ക്കാണ് അദ്ദേഹം ഇത് കേൾക്കുന്നത്. അത് എല്ലാത്തിനും സീനാണ്. അതാണ് ഗാന്ധി. പട്ടേൽ വലിയ കാര്യങ്ങൾ, ഗാന്ധിയുടെ സമീപനം അതാണ്. അപ്പോൾ ഗാന്ധി അന്നേരം പറഞ്ഞു ഈ വെള്ളത്തിൻ്റെ കാര്യം. ഗാന്ധി പറഞ്ഞു, എനിക്ക് ഇത്രയും മതി, ഒഴുകുന്നത് മറ്റ് സകല ചരാചരങ്ങൾക്കും വേണ്ടി ഒഴുകുന്ന വെള്ളമാണ്. ഇതാണ് മറുപടി. അത് വളരെ സ്വാഭാവികമായൊരു മറുപടിയാണ്. ഇതാണ് ഒരു സരളതയുടെ ഒരു ദർശനം. ഞാൻ ഈ പി എൻ ദാസിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളിങ്ങനെ വായിക്കാം. പി എൻ ദാസിനെ എനിക്ക് എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചിന്തകളുടെയും സരളതയുടെയും മറ്റ് ഒരുപാട് ജീവിതത്തിൻ്റെ സമാന്തരമായിട്ടുള്ള ഒരു ലോകം, ചിന്താലോകവും ദർശനങ്ങളും കവിതയും എല്ലാം അവതരിപ്പിച്ച വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞൊരു മാസിക ഒക്കെ എഡിറ്റ് ചെയ്തിരുന്ന ഒരാളാണ് പി എൻ ദാസ്. അദ്ദേഹം ആദ്യം തീവ്ര നക്സൽവാദിയായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടന്ന് ഭീകരമായ മർദ്ദനം അനുഭവിച്ച ആളാണ്. രാജൻ മരിക്കുമ്പോൾ കക്കം ക്യാമ്പിൽ തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന ആളാണ് ഈ പി എൻ ദാസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയമായ പ്രക്ഷുബ്ധമായൊരു കാലഘട്ടത്തിന് ശേഷം അദ്ദേഹം മറ്റൊരു മാനസികാവസ്ഥയിലേക്ക്, ഭീകരമായ പീഡനങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായ പരിചയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പി എൻ ദാസിൻ്റെ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് വളരെ നന്നായിരിക്കും. വളരെ നമുക്ക് ബോബി അച്ഛനൊക്കെ എഴുതുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ദർശനങ്ങൾ, അത് ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആത്മീയതമല്ല, മതേതരമായ ഒരു ആത്മീയതയുടെ ഏറ്റവും സൂക്ഷ്മതയും ലാളിത്യവും ഒക്കെ മലയാളത്തിൽ അവതരിപ്പിച്ച ഒരു സവിശേഷ വ്യക്തിത്വമാണ് പി എൻ ദാസിൻ്റേത്. അപ്പോൾ ദാസ് ഈ ലാളിത്യ പാഠം എന്നുള്ളതിനെക്കുറിച്ച് ഗാന്ധിയെ വെച്ചിട്ട് തന്നെ ഉള്ള അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ വായിക്കാം. ലാളിത്യമാർന്ന പ്രവൃത്തി മഹത്വത്തിൻ്റെ അടയാളമാകുന്നു.
ലാളിത്യം തന്നെ പ്രത്യക്ഷ ജീവിതമായി തീർന്ന ഒരപൂർവ മനുഷ്യനായിരുന്നു മഹാത്മാഗാന്ധി. അദ്ദേഹം 3-ാം ക്ലാസ് തീവണ്ടി മുറിയിലാണ് പതിവായി യാത്ര ചെയ്തിരുന്നത്. ഒരിക്കൽ ഒരു വിദേശ പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഒരു വലിയ രാജ്യത്തിൻ്റെ നേതാവാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് 3-ാം ക്ലാസ് തീവണ്ടി മുറിയിൽ യാത്ര ചെയ്യുന്നത്? ഞാൻ 3-ാം ക്ലാസ് മുറിയിൽ യാത്ര ചെയ്യാൻ കാരണം 4-ാം ക്ലാസ് മുറി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് സർ എന്നായിരുന്നു ഗാന്ധിജിയുടെ പെട്ടെന്നുള്ള മറുപടി. അദ്ദേഹം അവസാന കാലത്ത് ജീവിച്ച ചെറിയ കുടിലും അതിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പരിമിത വസ്തുക്കളും ഒരു നോക്ക് കണ്ടാൽ ഇല്ലായ്മ ദാരിദ്ര്യമായല്ല സമ്പന്നതയായാണ് പാവനതയായാണ് തോന്നുക. ഒരിക്കൽ ഗാന്ധിജി ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ചിലർ അത്ഭുതത്തോടെ അദ്ദേഹത്തോട് ആരാഞ്ഞു, താങ്കൾ എന്തുകൊണ്ടാണ് ശരീരത്തിൻ്റെ പാതി മാത്രം വസ്ത്രമണിഞ്ഞത്? ഞങ്ങളുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന തുണി തുല്യമായി വിതരണം ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഓഹരിയായി എനിക്ക് ഇത്രയേ ഉണ്ടാവുകയുള്ളൂ എന്നായിരുന്നു ഗാന്ധിജിയുടെ ദയ നിറഞ്ഞ മറുപടി. ലാളിത്യത്തിൻ്റെ വെളിച്ചമുള്ള ഒരു മനസ്സിൽ നിന്ന് മാത്രമേ ഇത്തരമൊരു മറുപടി വരികയുള്ളൂ. ഇങ്ങനെയാണ് ആ ലേഖനം അങ്ങ് പോകുന്നു. അപ്പോൾ ഇത് ഒരു വിധത്തിൽ നമുക്ക് ഗാന്ധി ഇപ്പോൾ സെയിൻറ്റ് ഫ്രാൻസിസിൻ്റെയൊക്കെ കഥ എടുത്താലും ഇതൊക്കെ തന്നെയാണ്. അസിസിയിൽ ഫ്രാൻസിസ് ഈ പോവർട്ടി എന്നുള്ള ഒരു ആശയമുണ്ട്. പോവർട്ടി എന്ന് പറയുന്നത് അതൊരു ദാരിദ്ര്യം എന്നുള്ളൊരു മാത്രമല്ല, അതിനൊരു സരളതയുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു സരളതയ്ക്കും കൂടി ഒരു പോവർട്ടി അതൊരു ദർശനമാണ്. നമുക്ക് വെറുതെ ഒരു പട്ടിണി ദാരിദ്ര്യം എന്നുള്ളത് മാത്രം അങ്ങനെയല്ല. ഇപ്പോൾ കസൻസാക്കീസിൻ്റെ ഞാൻ മുമ്പോടേക്ക് എവിടെയെങ്ങാണ്ട് ഒരു മീറ്റിങ്ങിൽ പറഞ്ഞത്, കസൻസാക്കീസിൻ്റെ സെയിൻറ്റ് ഫ്രാൻസിസ് എന്ന് പറയുന്ന നോവലിൽ, ഗോഡ്സ് പോപ്പർ എന്ന് പറയുന്ന നോവലിൽ അവസാനം ഫ്രാൻസിസിൻ്റെ മരണസമയത്ത് ഫ്രാൻസിസ് ഇങ്ങനെ മരിക്കാനായി കിടക്കുകയാണ്, വളരെ അവശതയിൽ അദ്ദേഹം കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സഹചാരിയായിരുന്ന ബ്രദർ തിയോ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അവസാനമായിട്ട് എന്തെങ്കിലും ഒന്ന് ഞങ്ങളോട് പറയൂ എന്ന് ഫ്രാൻസിസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസിസ് വളരെ ശ്വാസമെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടിയ അവസ്ഥയിൽ അദ്ദേഹം പറയുന്നത് 3 വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. കസൻസാക്കീസ് അത് അവതരിപ്പിക്കുന്ന 3 വാക്കുകൾ കൂടിയാണ്: ലവ്, പീസ്, പിന്നീട് ഒന്ന് നിർത്തി പോവർട്ടി, ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് മരിക്കുകയാണ് ചെയ്യുന്നത്. അത് ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കണ്ടു നനയും. അങ്ങനെ ഒരു ഭാഗമാണ് ആ നോവലിൽ, കസൻസാക്കീസിൻ്റെ ഈ നോവലിലുള്ളത്. അപ്പോൾ ഇത് എക്കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പം മദറിൻ്റെ കൽക്കത്തയിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നമുക്ക് കാണാം. ഈ സരളത, ഞാൻ ഈ സരളതയുടെ ഗാന്ധിയുടെ ഒരു ഉദാഹരണം, ഞാൻ ഈ റസൂലിയയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു മദാമ്മയുണ്ടായിരുന്നു. അദ്ദേഹം അവരവിടെ വന്ന് താമസിക്കുകയാണ്. ഗാന്ധിയുടെ കൂടെ ഒരുപാട് നാൾ താമസിച്ചിരുന്ന ആളാണ്. വാർധായിൽ ഗാന്ധിയുടെ കൂടെ ഒരുപാട് നാൾ താമസിച്ചിരുന്ന ആളാണ്. മാർഗരറ്റ് സൈക്സ് എന്നാണ് അവരുടെ പേര്. ഗാന്ധി ഹിസ് ഗിഫ്റ്റ് ഓഫ് ഫൈറ്റ് എന്ന് പറഞ്ഞൊരു ഗംഭീരമായ പുസ്തകം എഴുതിയിട്ടുള്ള സ്ത്രീയാണ്. അപ്പോൾ ഇവരാണ് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതി, നയി താലീം എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതിയിൽ ഗാന്ധിജി ഏറ്റവും കൂടുതൽ ബൗദ്ധികമായിട്ട് സഹായിക്കുകയും അതിനുവേണ്ടി ഒക്കെ മീരാബെന്നിനെ പോലെ അതിന് ശേഷമുള്ള ഒരു ഘട്ടത്തിൽ ഗാന്ധിക്ക് വളരെ സഹായങ്ങൾ ചെയ്ത ഒരു മദാമ്മയാണ് ഈ സൈക്സ്. അപ്പോൾ ഞാൻ ഈ 88 അവിടെ റസൂലിയയിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇവരെവിടെയുണ്ട്. അപ്പോൾ അവർക്ക് 80 വയസ്സൊക്കെ കഴിഞ്ഞിരിക്കുന്നു, വളരെ വൃദ്ധയായിരിക്കുന്നു. അപ്പോൾ അവർ പാർക്കുന്ന ചെറിയൊരു കുടിലിലേക്ക് ഞങ്ങൾ സുഹൃത്തുക്കൾ, ഞാനും എൻ്റെ 3-4 സുഹൃത്തുക്കളുണ്ട്, ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ഞങ്ങളെ വളരെ ഇതായിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, നിങ്ങൾ ഇവിടെ ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ആഹാരം കഴിക്കണം. അപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് ഈ പ്രായം ചെന്ന ഈ സ്ത്രീ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് 4-5 ചെറുപ്പക്കാർക്ക് എങ്ങനെയാണ്, 88-ലാണ്, അപ്പോൾ ആഹാരം വെച്ച് തരിക. പക്ഷേ ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തു. അതൊന്നും അവർക്കൊരു പ്രശ്നം, അവരുടൻ തന്നെ അരിയിട്ടു. എന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ കച്ചിപ്പെട്ടി കാണുന്നത്. കച്ചിപ്പെട്ടി എന്ന് പറയുന്നത് അത് ഗാന്ധിയുടെ ഒരു ആദ്യത്തെ ആശയം അതിൽ നിന്നാണ്. നമ്മളിപ്പോൾ പിന്നീട് ശാസ്ത്രസാഹിത്യ പരിഷത്തും ഇപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന റൈസ്, എന്താണ് പറയുന്നത്, റൈസ് കുക്കർ അല്ലല്ലോ, ഈ തിളപ്പിച്ച് തെർമൽ, അതെ,
ഇതിലേക്ക്. അന്ന് ഇത് ഈ ഒരു വീഞ്ഞപ്പെട്ടിക്കകത്ത് കച്ചി ഇങ്ങനെ വെച്ചിട്ട് അതിൽ ഈ ഒരു അരി ഇറക്കി വെച്ചു. എന്നിട്ട് അവർ പുറത്തോട്ടിറങ്ങി ചുറ്റുപാട്ടത്ത് നിന്ന് കുറച്ച് ഇലകളും ഒക്കെ പറിച്ചുകൊണ്ട് വന്നു. അതെല്ലാം കൂടെ ചേർത്തിട്ട് അവരൊരു സബ്ജി ഉണ്ടാക്കി. ഒരു മണിക്കൂർ ഞങ്ങളപ്പം മരമാണ്, ചുറ്റിനും മരമാണ്, ഈ റസൂലിയയിലെ മരങ്ങൾ. അവിടെയൊക്കെ ഇരുന്ന് ഞങ്ങളിങ്ങനെ അതിനിടയ്ക്ക് അവർ ഞങ്ങളോട് വർത്തമാനം പറയുന്നുണ്ട്. അവരുടെ ഈ പുസ്തകം എടുത്ത് കാണിക്കുന്നുണ്ട്, ഗാന്ധി ഹിസ് ഗിഫ്റ്റ് ഓഫ് ഫൈറ്റ് എന്ന് പറയുന്ന പുസ്തകം എടുത്ത് കാണിക്കുന്നുണ്ട്. വാർധായിലെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വാർധാശ്രമത്തിലുണ്ടായിരുന്നത്, വാർധാശ്രമത്തിൽ ഗാന്ധിജി താമസിച്ചിരുന്നത്, ഗാന്ധിയും കസ്തൂർബയും താമസിച്ചിരുന്നത് മൺകുടിലാണെന്ന് അവർ പറയുന്നുണ്ട്. മണ്ണുകൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു കുടിലാണ് ഗാന്ധി താമസിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം അവർ നല്ല സുഖകരമായിട്ടുള്ള ഒരു ഊണ് ഞങ്ങൾക്ക് ഈ 4 പേർക്ക് ഇപ്പം ഈ ആഹാരം തരിക. ഇപ്പോൾ ബോബി അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, സുവിശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ സുവിശേഷങ്ങൾ, അത് മത്തായിയുടെ സുവിശേഷം അത് മാത്രമല്ല, നമ്മൾ വഴി കൂടെ പോകുന്നവരുള്ളൂ. എന്തുണ്ട് വിശേഷം എന്നോ, അല്ലെങ്കിൽ നമ്മൾ ചുറ്റും നാട്ടിലിറങ്ങുമ്പോൾ ചോദിച്ചാൽ അത് സുവിശേഷമായി, അല്ലെങ്കിൽ പനി കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ സുവിശേഷമായി, അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പം നീ ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷമായി എന്ന് ബോബിയച്ചൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ക്രിസ്തുവുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിനകത്ത് പറയുന്നുണ്ട്, ക്രിസ്തു ഒരു കൊച്ചുകുട്ടിയെ ജീവിപ്പിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ ജീവിപ്പിക്കുമ്പോൾ ക്രിസ്തു അത് ജീവിപ്പിച്ചത് ആരോടും പറയരുതെന്നാണ് ക്രിസ്തു പറയുന്നത്. ഈ കുട്ടിയെ ഇങ്ങനെ മരിച്ചുപോയി കുട്ടിയാണ്, അത് ക്രിസ്തു എങ്ങനെയോ അത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇത് കുട്ടി ഉയർന്നു വന്നു. അപ്പോൾ ഇതാരോടും പറയരുതെന്ന് പറയുന്നുണ്ട്. അതാണ് ഞാൻ ജീവിപ്പിച്ചെന്നുള്ളത്, അതാണ് ക്രിസ്തു. അപ്പോൾ അതിനുശേഷം പറയുന്നത് കുട്ടി ഉണർന്ന് കഴിയുമ്പോഴത്തേക്കും ക്രിസ്തു പറയുന്നത് കുട്ടിക്ക് ആഹാരം കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ രസമായിട്ട് എനിക്ക് തോന്നി ലുക്കാട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഞാൻ സരളത. അപ്പോൾ ഈ സ്ത്രീയാണ് എനിക്ക് ഏറ്റവും വലിയ സരളതയുടെ വലിയൊരു പാഠമായിട്ട് തോന്നിയത്. ഈ മാർഗരറ്റ് സൈക്സ് ഈ പറയുന്ന ഈ സ്ത്രീയാണ്. അവർ പിന്നീട് അതിന് ശേഷം 90കളിലോ 93ലോ മറ്റോ അവർ മരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് പലരുടെയും കാര്യത്തിൽ ഇതുണ്ട്. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ മാത്രമല്ല, ഇങ്ങനെയുള്ള ഈ ഗാന്ധിയുടെയും മാത്രത്തിലല്ല, പല ആളുകളുടെയും കാര്യത്തിൽ ഇതൊക്കെ നമുക്ക് കാണാം. എനിക്ക് കൂടുതൽ അനുഭവമുള്ള മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ഇപ്പോൾ അച്ഛൻ്റെ ഈ പുസ്തകമായിട്ട് കണക്ട് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരാൾ ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനല്ല, വിദേശിയാണ് അദ്ദേഹം. പക്ഷേ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യ എന്നുള്ളൊരു വികാരം, നമ്മളിപ്പോഴത്തെ ഇന്ത്യ എന്നുള്ള വികാരമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ഇന്ത്യയുടെ ഒരു എന്താണ് പറയേണ്ടത്, അതിൻ്റെ ഒരു സത്താപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ സത്യപരമായിട്ടുള്ള വികാരം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത് മൊസോറിയിലാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ 85 വയസ്സ് 86 വയസ്സായി. അദ്ദേഹത്തിൻ്റെ പേര് റസ്കിൻ ബോണ്ട് എന്നാണ്. അപ്പോൾ ഈ ബോണ്ട് ചെയ്യുന്നത്, ബോണ്ടിന് ഇത് മതി. അച്ഛനെ ബോണ്ടിൻ്റെ രചനകൾ വായിച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹം മൊസോറിയിലാണ് താമസിക്കുന്നത്. ഒരു വീടിൻ്റെ മേളത്തെ നിലയിൽ ഒരു ഒറ്റ മുറിയിലാണ് താമസിക്കുന്നത്. ആ ഒരു മുറിയിലാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹവും എല്ലാം. താഴെ അദ്ദേഹം ഒരു പഹാടി, അവിടുത്തെ മൊസോറിയിലുള്ള ഒരു പർവ്വതീയരായിട്ടുള്ള ഒരു കുടുംബത്തെ അദ്ദേഹം ദത്തെടുത്ത് പാർപ്പിച്ചിരിക്കുകയാണ്. അവരാണ് അദ്ദേഹത്തിന് ആഹാരമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് റോയൽറ്റി കിട്ടുന്ന പൈസയൊക്കെ അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുകയും, അദ്ദേഹം വളരെ സരളമായിട്ടുള്ള ആഹാര രീതിയും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം പുലരുന്നത്. അവിടെ എല്ലാ ശനിയാഴ്ചയും മൊസോറിയിൽ ഒരു ബുക്ക് സ്റ്റാളിൽ ഉച്ച കഴിഞ്ഞ് അദ്ദേഹം വന്നിരിക്കും. അവിടെ വെച്ച് നമുക്ക് അദ്ദേഹത്തെ കാണാം. അദ്ദേഹം പുസ്തകത്തിൽ ഒപ്പിട്ട് തരും. വളരെ രസകരമായിട്ട് അദ്ദേഹത്തോട് ഞാൻ ആ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു അനുഭവമുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം തന്നെ ഉണ്ട്, അതിൻ്റെ പേരും അത് തന്നെയാണ്, ബുക്ക് ഓഫ് സിമ്പിൾ ലിവിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബുക്ക് ഓഫ് സിമ്പിൾ ലിവിങ്. ഈ പുസ്തകത്തിന് തന്നെ കണ്ടാൽ തന്നെ ആ ഒരു സിംപ്ലിസിറ്റി ഈ പുസ്തകത്തിന് നമുക്ക് കാണാം അതിൻ്റെ ഇതിൽ. അപ്പോൾ ഈ ബോണ്ട്, ഇതിൻ്റെ ആമുഖമായിട്ട് അദ്ദേഹം ലിയോ ടോൾസ്റ്റോയുടെ ഒരു വാചകം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഇൻ ദ നെയിം ഓഫ് ഗോഡ് സ്റ്റോപ്പ് എ മൊമെൻറ്റ്, സീസ് യുവർ വർക്ക്, ലുക്ക് അറൗണ്ട് യു. ഇത്രയേ ഉള്ളൂ ടോൾസ്റ്റോയുടെ ഇത്. അതൊരു വളരെ ഒരു സംഗതിയാണ്, ലുക്ക് അറൗണ്ട് യു. ഇത് നമ്മൾ പലപ്പോഴും ഇല്ല. അപ്പോൾ ആ ലുക്ക് അറൗണ്ട് യു എന്ന് പറയുമ്പോഴാണ് ഈ ചിത്രങ്ങളെല്ലാം നമ്മുടെ കണ്ണിൽ പെടുകയും അതിൻ്റെ കാഴ്ചവട്ടങ്ങളും അതെല്ലാം അതിൻ്റെ ശ്രദ്ധയും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ബോണ്ടിൻ്റെ വെറുതെ ഒരു കുറിപ്പ് വായിക്കാം.
ഇപ്പോൾ ബോണ്ട് ഇങ്ങനെ നടക്കുമ്പോഴേ സന്ധ്യസമയത്ത് മൊസോറിയിലെ ഒരു മലയോരത്തിന് നടക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ സംഗതിയാണ്. ആസ് ഐ വാക്ക്ഡ് ഹോം ലാസ്റ്റ് നൈറ്റ് ഐ സോ എ ലോൺ ഫോക്സ് ഡാൻസിങ് ഇൻ ദ കോൾഡ് മൂൺ ലൈറ്റ്. കുറുക്കൻ ഇങ്ങനെ വഴിയുടെ ഐ സ്റ്റുഡ് ആൻഡ് വാച്ച്ഡ് ദെൻ ടുക്ക് ദ ലോ റോഡ് നോയിങ് ദ നൈറ്റ് വാസ് ഹിസ് ബൈ റൈറ്റ്. അത് കുറുക്കൻ്റെ അവകാശമാണപ്പോൾ, നമ്മുടെ അവകാശമല്ല ആ വഴി. സംടൈംസ് വെൻ വേർഡ്സ് റിങ് ട്രൂ ഐ ആം ലൈക്ക് എ ലോൺ ഫോക്സ് ഡാൻസിങ് ഇൻ ദ മോർണിംഗ് ഡ്യൂ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറിപ്പുകൾ. ഇപ്പോൾ തൻ്റെ വീടിൻ്റെ ജനാല തുറന്നു കഴിഞ്ഞാൽ ആ മലഞ്ചെരുവിലൂടെ ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കണ്ടാൽ മതി, ബോണ്ടിന് ഒരു 2-3 പേജുള്ള ഒരു കുറിപ്പെഴുതാൻ അത് തന്നെ ധാരാളം. അല്ലെങ്കിൽ ഒരു കിളി വന്ന് അടുത്ത മരക്കൊമ്പിൽ ഇരുന്നാൽ മതി, ബോണ്ടിന് എഴുതാനുള്ള വിഷയമായി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ ഒക്കെയാണ് ഈ റസ്കിൻ ബോണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകങ്ങളിലേക്ക് അവതരിപ്പിക്കും. എനിക്ക് ഈ പുസ്തകം ഈ അകമ്പുറം വായിക്കുമ്പോഴും അച്ഛൻ്റെ പുസ്തകം വായിക്കുമ്പോഴും ഇതേ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. പരിസരങ്ങളിലുള്ള ആ പരിസരങ്ങളിലേക്കുള്ള ഒരു ശ്രദ്ധ, ഒരു ജാഗ്രത എന്ന് ഞാൻ പറയില്ല, ഒരു എന്താ ഇതിന് പറയുന്നത് അറിയാമല്ലോ, ഒരു സ്നേഹം നിറഞ്ഞ ഒരു ഉൾച്ചേരലെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. അതിൽ നിന്നാണ് ഈ കുറിപ്പുകൾ വളരെ സ്വാഭാവികമായിട്ട് എത്രയും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. ഓണത്തുമ്പികളും ചിത്രശലഭങ്ങളും എവിടെ പോയി? പുതുപൂക്കളെല്ലാം കാത്തിരുന്ന് വിളറിത്തുടങ്ങി. എൻഡോസൾഫാനും ഫ്യൂറഡാനും ചേർന്ന് ശലഭങ്ങളുടെ ചിറകുകൾ കരിച്ചു കളഞ്ഞോ? ചിറകില്ലെങ്കിൽ അവയ്ക്കെങ്ങനെ പറക്കാനാവും? പറന്നില്ലെങ്കിൽ അവയ്ക്ക് എങ്ങനെ ജീവിക്കാനാവും? പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആർക്കെങ്കിലും ജീവിക്കാനാവുമോ ഈ ഭൂമിയിൽ? ഇങ്ങനെയുള്ള കുറിപ്പുകളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം. അപ്പോൾ ഈ സരളതയെ നമുക്ക് കേരളത്തിൻ്റെ ഒരു കോണ്ടസ്റ്റിൽ, കേരളത്തിൻ്റെ ഒരു അവസ്ഥാവിശേഷത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ജീവിതചര്യകളിലും നമ്മുടെ കലയിലും സാഹിത്യത്തിലുമൊക്കെ ഈ ഒരു സാരള്യത്തിൻ്റെ വിശാല ലോകങ്ങൾ കാണാൻ പറ്റും എന്ന് ഞാൻ നമ്മുടെ അരങ്ങ് അങ്ങനെയായിരുന്നു. നമ്മുടെ കലയിലേക്ക് ഞാൻ വരാം. നമ്മുടെ അരങ്ങെന്ന് പറയുന്നത് ഇത്രയും ആർഭാടരഹിതമായിട്ടുള്ള ഒരു അരങ്ങ് ലോകത്ത് ഒരുപക്ഷെ എവിടെ ഉണ്ടാവില്ല. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കഥകളി. ഇപ്പം കഥകളിയിൽ ഒരു സ്റ്റേജ് വസ്തുക്കളുമില്ല, ഒരു സ്റ്റേജ് ഓബ്ജക്ട്സും ഇല്ല, വെറുതെ ഒരു സ്പേസ് മാത്രം. ഈ സ്പേസിനെയാണ് പല ഇതിഹാസ പശ്ചാത്തലങ്ങളുമായിട്ട് അഭിനയിക്കുന്ന ആൾ മാറ്റിയെടുക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വലിയ ലോകങ്ങൾ അവിടെ സൃഷ്ടിച്ചെടുക്കുകയാണ്. ഇതാണ് കൂടിയാട്ടത്തിലും സംഭവിക്കുന്നത്. കൂടിയാട്ടത്തിലും ഇതുപോലെയാണ്. സ്പേസിൽ ഒന്നുമില്ല, ഒരു ഓബ്ജക്റ്റും ഇല്ല, ഈ വാദ്യം മാത്രമേ ഉള്ളൂ, മിഴാവ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ തൃശ്ശൂർ നമ്മുടെ ഏറ്റവും പുതിയ നാടകത്തിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ ഉള്ള ആളാണ്, വളരെ പ്രശസ്തനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നാടകം ഇറ്റ്ഫോക്ക് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൽ 2-3 വർഷം മുമ്പ് കണ്ടു. അപ്പോൾ അതിൽ വലിയ സംഗീത അക്കാദമിയുടെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലാണ് ഈ നാടകം. വലിയ ചിലവുള്ള നാടകമാണ്. 35 ലക്ഷം രൂപ മുടക്കിയാണ് ചെയ്യുന്ന നാടകം. അപ്പോൾ ഇതിൽ ഒരു കെട്ടിടം ഇങ്ങനെ പൊക്കിയെടുക്കുന്ന സീനുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് വലിയ ബുൾഡോസർ നേരിട്ട് സ്റ്റേജിലേക്ക് വരികയാണ്. ഈ സ്റ്റേജിലേക്ക് വന്ന് ഇത് എടുത്തങ്ങ് മാറ്റുകയാണ്. അപ്പോൾ അതിന് പിറ്റേ ദിവസം ഞാൻ സംഗീത അക്കാദമിയിൽ ഒരു ബ്ലാക്ക് തിയേറ്റർ ഉണ്ട്, ചെറിയ ഒരു തിയേറ്ററാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയുടെ കൈലാസോദ്ധാരണം കണ്ടു. അപ്പോൾ അവിടെ ഒന്നുമില്ല, ഒരു ഒബ്ജക്ട്സും ഇല്ല, ഒരു ബുൾഡോസറും വരുന്നില്ല. അദ്ദേഹം ആ കൈലാസോദ്ധാരണം ഒരു മണിക്കൂർ കൊണ്ട് ആ കൈലാസപർവ്വതത്തെ എടുത്ത്, രാവണൻ കൈലാസപർവ്വതത്തെ എടുത്ത്, അത് നമുക്ക് അതുപടി ആ സംഗതി അതിൻ്റെ ഒരു എന്താണ് പറയുന്നത്, ആ ഒരു പൊക്കുന്നതിൻ്റെയും അതിൻ്റെയും എല്ലാം ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെ നമ്മളിലേക്ക് എത്തുകയാണ്. അതാണ് നമ്മുടെ തിയേറ്ററിൻ്റെ കൂടിയാട്ടം അഭിനയത്തിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഏറ്റവും പൗരാണികമായ തിയേറ്ററാണ് കൂടിയാട്ടം. 2000 വർഷമെങ്കിലും അതിന് പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. 1000 വർഷത്തെങ്കിലും തികഞ്ഞ 1000-ന് മേൽ വർഷത്തെ തെളിവുകളുള്ള ചരിത്രമുണ്ട്.
അപ്പോൾ അത് കേരളത്തിലാണ് അതുണ്ടാകുന്നത്. കേരളത്തിൽ ഇന്ന് ലോകത്തിലുള്ള എത്രയോ വലിയ പീറ്റർ ബ്രൂക്ക് ഉൾപ്പെടെയുള്ള നാടകകൃത്തുക്കൾ അല്ലെ സംവിധായകരെല്ലാം അംഗീകരിച്ചിട്ടുള്ള അങ്ങനെയുള്ള ശ്രദ്ധയുള്ള വലിയ മഹത്തുക്കളായ നാടക സംവിധായകരെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രംഗരൂപമാണ് കൂടിയാട്ടം. അപ്പോൾ അതിന് ഇതുപോലൊരു ലാളിത്യമുള്ള ഒരു മിഴാവാണ്. ആ മിഴാവ് സൃഷ്ടിക്കുന്ന മിഴാവിലുള്ള ഇത് ഏതെല്ലാം തരത്തിലുള്ള ഭാവാന്തരങ്ങളാണ് ഈ അഭിനയത്തിൻ്റെ പൂരകമായിട്ട് സ്റ്റേജിൽ സൃഷ്ടിക്കുന്നതെന്നുള്ള കൂടിയാട്ടം കാണുമ്പോഴേ നമുക്കറിയാവുള്ളൂ. അപ്പോൾ കൂടിയാട്ടത്തിൽ നങ്ങിയാർകൂത്തിൽ കഥകളിയിലും അത് തന്നെ. അതിൻ്റെ കോസ്റ്റ്യൂം രംഗപ്പൊലിമ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ്യൂമിലുള്ള പരിഷ്കരണങ്ങളല്ലാതെ ഈ പശ്ചാത്തലത്തിൽ ചെണ്ടയും മുതൽ ഇത് കേരളത്തിൻ്റെ ഒരു രീതിയാണ്. ഈ സരളത നമുക്കുണ്ടായിരുന്നു. നമുക്കിപ്പോൾ വള്ളപ്പാട്ട് ആറന്മുള ചെന്നാൽ അറിയാം. ഈ വഞ്ചിപ്പാട്ടെന്ന് പറയുന്നത് നമ്മൾ തുഴഞ്ഞു പോകുമ്പോൾ വളരെ താളാത്മകമാണ്, വളരെ നദോന്നതയുടെ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മതയിൽ. ഇതിന് ഈ താളം കൊട്ടുക എന്ന് പറയുന്ന തുഴ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഒരു മേളവും ഇല്ല. ഇപ്പോഴും അടുത്ത കാലത്താണ് ചിലരത് മേളമൊക്കെ ചെണ്ടയൊക്കെ ഉപയോഗിക്കുന്നത്, അത് വൃത്തികേടാവും. ഈ തുഴ ഇങ്ങനെ ഇടിക്കുന്നതാണല്ലോ എന്ത് ഈ വള്ളത്തിൻ്റെ പടിയിൽ ഈ കയ്യിലുള്ള തുഴ അതിനെ തുഴയാനെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് താളം ഉണ്ടാക്കുന്നത്. അത് വലിയൊരു കലാവിഷ്കാരമാണ്. ഒന്നുമില്ല, ഒരു കൃത്രിമ ഒരു ആദ്യവും ഇല്ല, ഒന്നുമില്ല. ഈ തുഴ തന്നെ ഇങ്ങനെ ഇടിച്ച്. അതുപോലെ തന്നെ നമ്മൾ ഈ കളത്തിൽ വരും. കളം ഈ അച്ഛൻ ചിത്രകലയുടെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ കളം വര. അപ്പോൾ കളം വരയ്ക്ക് 5 പൊടികളാണ് ഉപയോഗിക്കുന്നത്, പഞ്ചവർണ്ണ പൊടി. അപ്പം അതിൻ്റെ കളറുകൾ ഇത്രയേ ഉള്ളൂ: കറുപ്പ്, വെളുപ്പ്, പിന്നെ പച്ച, മഞ്ഞ, ചുവപ്പ്. ഇതെല്ലാം നമ്മുടെ പരിസരത്തുള്ള സംഗതിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. വെളുത്തതിൽ നിന്നാണ് അരിയിൽ നിന്നാണ് വെളുത്ത പൊടി എടുക്കുന്നത്. കറുപ്പുണ്ടാക്കുന്നത് ഉമിക്കരിയിൽ നിന്നാണ്, ഉമിക്കരി പൊടിച്ചാണ് കറുപ്പുണ്ടാക്കുന്നത്. മഞ്ഞപ്പൊടിയിൽ നിന്നാണ്. പിന്നെ ചുവപ്പുണ്ടാക്കുന്നത് ചുണ്ണാമ്പും മഞ്ഞളും കൂടെ കൂട്ടിയിട്ട് കലക്കിയിട്ട് അതിനകത്ത് അരിപ്പൊടി ഇട്ടിട്ടാണ് ചുവപ്പ് പൊടി ഉണ്ടാക്കുന്നത്. മറ്റേത് പച്ച വാകയുടെ പൊടിയാണ്, വാക. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് എത്ര അത്ഭുതകരമാണ്. ഒരു കളം വരയ്ക്കുന്നത് കണ്ടു എന്നല്ല, ഒരു അരമണിക്കൂർ കൊണ്ട് ഇവരൊരു വലിയ കളം അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഈ കളം ഈ 5 നിറങ്ങൾ ഉപയോഗിച്ചിട്ട് എത്ര ഗംഭീരവും എത്ര മനോഹരവും എത്ര ഭാവപ്പൊലിമയോടും കൂടിയാണ് ഈ കളം ഇവിടെ വരുന്നത്. അവസാനം ഈ കളം ഇവർ തന്നെ തൂത്തുകളയുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു സങ്കടകരമായ. ഈ കളം വരച്ച് അതിൻ്റേതായ ചില പാട്ടുകളുണ്ട്. ആ പാട്ട് പാടി അവസാനം കളം ഇങ്ങനെ തൂക്കുന്ന ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ അവിടെ ഈ കളത്തിൽ വരുന്ന ദേവതകൾ അവിടെ സന്നിഹിതരാകും എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് വശ്യശക്തിയുള്ള കളമാണ് രൂപപ്പെടുന്നത്. അപ്പോൾ ഈ നിറങ്ങൾ ഇത്രയും ലളിതമായ നിറങ്ങൾ കൊണ്ടാണ് ഇത് സൃഷ്ടിക്കപ്പെടുന്നത്. അവിടെ കൃത്രിമമായിട്ടുള്ള യാതൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതി കേരളീയമായ ഏത് കലയ്ക്കും ഉണ്ട് എന്നുള്ളത് ഇതാണ് 70കളിലും 80കളിലും മറ്റും നമ്മുടെ തിയേറ്ററിലേക്ക് കാവാലം നാരായണപ്പണിക്കർ ഉൾപ്പെടെയുള്ള വിശേഷിച്ചും കാവാലം നാരായണപ്പണിക്കർ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇതാണ്. അദ്ദേഹത്തിൻ്റെ സോപാനം എന്ന് പറയുന്ന തിയേറ്ററിൽ ഈ അവനവൻ കടമ്പ പോലുള്ള നാടകങ്ങൾ വഴി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത് നമ്മുടേതായിട്ടുള്ള ഈ തനതായിട്ടുള്ള സംഗീതവും നൃത്തവഴക്കങ്ങളും ഇങ്ങനെയുള്ള മറ്റ് ആഹാര്യ പൊലിമകളും ഒക്കെയാണ്. അത് ഏറ്റവും മിനിമമായിട്ടുള്ള ലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് മറ്റ് സാധാരണ ദീപങ്ങൾ കൂടുതൽ ഉപയോഗിച്ച് അദ്ദേഹമൊക്കെ ചെയ്യാൻ ശ്രമിച്ചത്. അത് ലോകമാകെ സംഭവിച്ചൊരു മാറ്റമാണ്. ബാക്ക് ടു റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാറ്റം, വേരുകളിലേക്കുള്ള മടക്കം ആധുനികതയുടെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും അത് സംഭവിക്കുകയുണ്ടായി, നമ്മുടെ സിനിമയിൽ സംഭവിക്കുകയുണ്ടായി. അപ്പോൾ ഒരിടത്ത് പോലുള്ളൊരു സിനിമയൊക്കെ വളരെ ലളിതമായ സിനിമകളാണ്. പക്ഷേ അതിൽ ഇപ്പോഴും നമുക്ക് അരവിന്ദൻ്റെ ഒരിടത്ത് പോലെയുള്ള ഒരു ഗ്രാമത്തിൽ ഒരു ഇലക്ട്രിസിറ്റി വരുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്കസ് വരുന്നത് വളരെ ലളിതമായിട്ടുള്ള തീമാണ്. അതിനെ ഏറ്റവും ലളിതമായി എടുത്തിരിക്കുന്ന ആ സിനിമ എത്രയോ ഗംഭീരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും, അത് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലളിത സംസ്കൃതിയുടെ സൗന്ദര്യാവിഷ്കാരങ്ങൾ നമ്മുടെ കലയിലും സാഹിത്യത്തിലും സിനിമയിലും. ഇപ്പം മഞ്ഞ് പോലെയുള്ള ഒരു നോവല് നിങ്ങൾ വായിച്ചു നോക്കുക. എം ടിയുടെ മഞ്ഞിൽ സംസ്കൃത പദങ്ങൾ തന്നെ വളരെ കുറവാണ്. എന്നാൽ അതിൽ നിന്ന് ഒരു വാക്കും അടർത്തി മാറ്റാനില്ല.
വളരെ ചെറിയ സൈസിൽ വളരെ എന്താണ് അതിൻ്റെ രൂപം എന്ന് പറയുന്നത് 10-100 പേജോ മറ്റേ ഉള്ളൂ. അതിലേക്കാണ് അദ്ദേഹം ആ ഒരു ഭാഷയുടെ ഏറ്റവും ലളിതമായ ഒരു വാചകഘടനയും സിൻടാക്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു ഭാവലോകം, ഏകാന്തമായിട്ടുള്ള ആ വിമലയുടെ വിഷാദവും നൈനിത്താളും അവിടുത്തെ പ്രകൃതിയും കാലവും കാലനിശ്ചലതയും ഒക്കെ അദ്ദേഹം കൊണ്ടുവന്നത് അതാണ്. അങ്ങനെ ഒരു സാധ്യത ഭാഷയ്ക്കുണ്ട്, മലയാള ഭാഷയ്ക്കുണ്ട്, മലയാള വഴക്കത്തിനതുണ്ട്. ഇപ്പോൾ കോട്ടയത്തു നിന്നാണ് ഈ സംസ്കൃത പദ രഹിതമായൊരു നോവല്, വളരെ ലളിതമായിട്ട് മലയാളത്തിൻ്റെ ലാളിത്യത്തിൽ സംസ്കൃത പദ രഹിതമായൊരു നോവൽ എഴുതിയത് കോട്ടയംകാരനാണ്, മനോജ് കുറൂര്. നിലമ്പൂത്ത് മലർന്ന നാളെന്ന് പറയും. നമ്മൾ എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയാമല്ലോ. അത് തമിഴിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. തമിഴിലത് പാഠപുസ്തകമാണ് യൂണിവേഴ്സിറ്റികളിൽ. അത് തമിഴിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ, കാരണം തമിഴിൽ ഈ ഊഷ്മാക്കളും അധികാരം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അവിടെ അത് ആ ഭാഷയുടെ നേർമ എന്ന് പറയുന്ന സംഗതി, ഭാഷയുടെ ലാളിത്യം എന്ന് പറയുന്ന സംഗതി എത്ര ചേതോഹരമാണ് എന്നുള്ളത് അതാണ് പി ഭാസ്കരനും കാവാലവും മറ്റൊക്കെ ചലച്ചിത്ര ഗാനങ്ങളിൽ പിന്നീട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു എന്താണ് ഒരു സരള ദർശനത്തിൻ്റേതായിട്ടുള്ള ഒരു വഴികൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് പതുക്കെ പതുക്കെ കടന്നു പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വലിയ ഞാനത് ഏതെങ്കിലും വികസന ഇതുമായിട്ട് വികസനം വേണ്ടെന്നോ അങ്ങനെയുള്ള ഒരു ഇതിലല്ല പറയുന്നത്. പക്ഷേ എല്ലാ വികസനങ്ങൾക്കിടയ്ക്കും മനുഷ്യൻ്റെ ഈ എന്താണ് ഒരു ആർദ്രതയും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ചില ചെറിയ ഇടങ്ങൾ ആവശ്യമാണ്. അതിനെ സന്തുലിതമാക്കാനായിട്ട് ആവശ്യമാണ് എന്നുള്ള ഒരു കാര്യം സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഇപ്പോൾ തത്വചിന്തയുടെ കാര്യത്തിലാണെങ്കിൽ ലോകത്ത് തത്വചിന്ത ഏറ്റവും സരളമായി അവതരിപ്പിക്കപ്പെട്ട ഒരു കൃതി എന്ന് പറയുന്നത് ജ്ഞാനപ്പാനയാണ്. എനിക്ക് എൻ്റെ ബലമായ വിശ്വാസം. ആർക്കും മനസ്സിലാവുന്ന ഒരു ഫിലോസഫി ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ എത്രയും നേർമയായിട്ട് എത്രയും താളബദ്ധമായിട്ട് അവതരിപ്പിക്കുകയാണ് പൂന്താനം ചെയ്തത്. നമുക്ക് പൂന്താനം ഒരാൾക്കും മനസ്സിലാകുകയില്ല, ഏത് കുട്ടിക്കും മനസ്സിലാവും. എന്നാൽ അതിൽ മുഴങ്ങുന്ന ആ ഒരു അർത്ഥത്തിൻ്റെ വലിയ മുഴക്കങ്ങളാണ് അതിനെ രൂപപ്പെടുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. അതെ, അത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് ഒരു പൂന്താനത്തിന്. അപ്പോൾ അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വളരെ ഇടയ്ക്കിടയ്ക്ക് ജ്ഞാനപ്പാന എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഇങ്ങനെ വിചാരണ ചെയ്യുന്ന പോലെ തോന്നും. ഇപ്പം ഈ 2-4 ദിനം കൊണ്ടൊന്ന് ഇത് ഏതെടുത്താലും മക്കളുടെ കാര്യമൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഇനി വരുന്ന 10 തലമുറയ്ക്ക് ഇനി വരാൻ പോണ 10 തലമുറയുടെ കാര്യമൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ചത്തുപോകുന്നു ജന്മം ശിവ എന്ന് പൂന്താനം പറയുമ്പോൾ നമുക്കങ്ങോട്ട് കിടുങ്ങിപ്പോകും. കാരണം അത്രയ്ക്ക് നമ്മുടെ ഒരു അഹത്തെ ചോദ്യം ചെയ്യുന്നൊരു കൃതിയും കൂടിയാണ് അത്. എല്ലാ ദാർശനിക പദ്ധതികൾക്കും അതുണ്ടെന്ന് തോന്നുന്നു. അല്ലേ, ഈഗോയെ മുറിപ്പെടുത്തുക, ഈഗോയെ അച്ഛനെ നന്നായിട്ടറിയാം. അപ്പോൾ ഈഗോയെ ഇല്ലാതാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഈഗോ ഇല്ലാതാക്കപ്പെടുന്നത് ലളിതമായ അവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും നിസ്വനായിട്ടുള്ള ആൾക്കാർക്ക്, ഫ്രാൻസിസിന് ഈഗോ ഇല്ല, സെയിൻറ്റ് ഫ്രാൻസിസിന് ഈഗോ ഇല്ല, മദർ തെരേസയ്ക്ക് ഈഗോ ഇല്ല. രമണ മഹർഷി ഒരു കോണകം മാത്രമേ ഉള്ളൂ. രമണ മഹർഷിക്ക് അതേ ഉള്ളൂ. പക്ഷേ രമണ മഹർഷി അവിടെ ഇരുന്ന് കഴിയുമ്പോൾ, അരുണാചലത്തിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മൃഗങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഇത് നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഒരാളെന്ന മട്ടിലാണ്. അപ്പോൾ മൃഗങ്ങളുമായിട്ട് വലിയൊരു സ്നേഹം ഉണ്ടായിരുന്ന അങ്ങനെ ഒരു സന്യാസി വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടോ അതെന്താ അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ വ്യൂ? മനുഷ്യന്റെ ഗന്ധം, ഇപ്പൊ നമുക്കുള്ള ഗന്ധമാണ് അതിന്റെ ഒരു പ്രശ്നം. നമ്മുടെ ബോഡി ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ മറയ്ക്കുന്ന അതുകൊണ്ട് പെർഫ്യൂം അടിക്കുന്ന നമ്മളെ ഏതാ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായത്. ഈ ശരീരത്തിന്റെ ഈ ഗന്ധം നമുക്ക് തന്നെ ഇഷ്ടമില്ല. നമ്മുടെ ഗന്ധം അറിയാമല്ലോ, വേർത്ത് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമില്ല. നമ്മളത് മറയ്ക്കാനായിട്ട് പെർഫ്യൂം അടിക്കുകയോ അല്ലെങ്കിൽ കൂടി സോപ്പിടുകയോ ഒക്കെ ചെയ്യും. വനത്തിൽ പോകുമ്പോഴേ നസീറിലൂടെ ഉണ്ടാകുന്ന കഴിച്ചു, വനത്തിൽ പോകും പെർഫ്യൂം അടിക്കുക പ്രത്യേകം പറയും. പെർഫ്യൂം അടിച്ചില്ലേ പോലും ആനയ്ക്കൊക്കെ അനേക കാലമകല് നമ്മുടെ ഗന്ധം തിരിച്ചറിയാം. അപ്പൊ ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ, അത് 7-ാം നൂറ്റാണ്ടിലെ ഐസക് ദ സിറിയൻ എന്ന് പറയുന്ന ഒരാളിന്റെ, അദ്ദേഹം പറയുന്നത് ഈ മനുഷ്യന്റെ ഇപ്പോഴത്തെ ഗന്ധമാണ് അതിന്റെ പ്രശ്നം. സാത്വികരായ ആൾ, ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ രമണ മഹർഷിയെ പോലുള്ള ആളുകൾക്ക് ഈഗോ പോയിട്ട് അവരുടെ ഉള്ള സാത്വികമാകുമ്പോൾ ഈ ഗന്ധം മാറും.
ഈ ഗന്ധം മാറിയിട്ട് മൃഗങ്ങൾക്കുള്ള ഇഷ്ടമുള്ള ഒരു ഗന്ധം വരും. അപ്പോൾ എന്തെങ്കിലും അടുത്ത് വരും. ഇപ്പം നമ്മുടെ ഗന്ധം കൊണ്ട് അകന്നു പോവുകയാണ്. അതുകൊണ്ട് ഈ സാത്വികത വന്നു കഴിയുമ്പോഴത്തേക്ക് എന്നുള്ളൊരു എനിക്ക് സാറ് പറഞ്ഞ ഞാൻ ഓർക്കാറുണ്ട്, ഒരു സമയത്ത് ഈ പെൺകുട്ടികൾക്ക് സരള ലളിത എന്നൊക്കെ പേരിടുമായിരുന്നു. ഇപ്പം ആ പേരൊക്കെ പോയി. ഞാൻ ഈ സബർമതി ആശ്രമത്തിനെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പോയി. അവിടെ ചെന്ന് കയറിയപ്പോൾ ഒരു 85 വയസ്സുള്ള ഒരമ്മ ഇങ്ങനെ ഇരുന്ന് ചർക്കയിൽ നൂൽ നൂൽക്കുകയാണ്. അപ്പം എനിക്ക് വളരെ കാരണം ഒരു കഴിഞ്ഞു പോയ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു യുഗമാണ് എന്ന് ഇവിടെ പ്രസന്റ് ആകുകയാണ്. ഞാൻ ഉടനെ അവരോട് അറിയാവുന്ന ഹിന്ദിയിൽ എന്തോ ചോദിച്ചു. അവരൊന്നും പറഞ്ഞില്ല, മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചപ്പോൾ അവരിങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ അവരുടെ അടുത്ത് അവിടെ ഇരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്നത് അവർ മൗനവ്രതത്തിലാണ്, ഗാന്ധിജിയെ പോലെ, എന്നിട്ട് നൂൽ നൂറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയമായി. ഈ ഒരു ശക്തിയുടെ അടുത്താണ് ഞാനിങ്ങനെ ഈ വളരെ ഉപരിപ്ലവമായ വാക്കുകൾ ചോദിക്കുന്നത്. ഞാൻ ഭയന്ന് അല്പം മാറിയിരുന്നു. ഇത് സാർ ഇവിടെ അവതരിപ്പിച്ച വിഷയം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ലാളിത്യത്തിലേക്ക് എൻ്റെ ഒരു എളിയ വിചാരം, ഗാന്ധിജി അവസാനം അത് ഗാന്ധിജിയുടെ നിലപാടാണ് ശരിയെന്ന് ലോകം തെളിയിച്ചു. കാരണം ഇപ്പൊ സ്പീഡ് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് പ്രകാശത്തിന്റെ വേഗത. ആ പ്രകാശത്തിന്റെ വേഗതയുടെ അടുക്കാനാണ് നമ്മൾ ടെക്നോളജി ആണെങ്കിൽ. ഒരു സമയത്ത് ഞാൻ രാവിലെ ഇവിടെ പറഞ്ഞത് STD ബുക്ക് ചെയ്ത് വെച്ച് നമ്മൾ എത്ര മണിക്കൂർ നേരം ഇരിക്കണം ബോംബെക്ക് ഫോൺ ചെയ്യാനായിട്ട്, അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഫോൺ വന്നു. ഇപ്പം നമ്മൾ അക്ഷമരാകുകയാണ്. ഈ കമ്പ്യൂട്ടർ വന്നപ്പോഴും നമ്മൾ കമ്പ്യൂട്ടറിന്റെ കണക്ഷൻ കിട്ടാണ്ട് കുറേ നേരം നോക്കി. ഇപ്പം നമ്മൾ ഒക്കെ അവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മളങ്ങ് ഇറിറ്റേറ്റഡ് ആകുകയാണ് ഈ സ്പീഡിൽ. അതുകൊണ്ട് സ്ലോ മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് തന്നെയുണ്ട്. ഞാൻ അവിടെ ഒരു പടം വരച്ചിട്ടുണ്ട്, അത് എല്ലാം കണ്ടു കാണും. ഒരു സ്നെയിലോ ക്ലോക്ക് എന്നാണ് അതിൻ്റെ പേര്. ഒരു ഒച്ച എഴുതിയ ഒച്ചിൻ്റെ തോട് ഒരു ക്ലോക്കിൻ്റെ ഡയലായിട്ട് മാറുന്നു. അവിടെ ടൈം മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ സൂചികളൊന്നും ആ ഫ്രെയിമിൽ നിൽക്കുന്നില്ല. ഒരു സൂചി പോയി ആലിലയായിട്ട് മാറിയിട്ട് സൂര്യൻ, ചന്ദ്രൻ, രാത്രി, പകൽ തുടങ്ങിയ കോസ്മിക് ടൈമിലേക്ക് അത് പോവുക, ഫ്രെയിമിന് പുറത്തു പോവുക. മറ്റത് പോയിട്ട് ഒരു ഇൻഫിനിറ്റിയുടെ സൈനായിട്ട് അത് മാറും. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ക്രോണോളജിയെ അത് അനുസരിക്കുന്നില്ല, നമ്മുടെ ചരിത്രത്തെ അനുസരിക്കുന്നില്ല. നമ്മുടെ ചരിത്രം വളരെ കൺഫ്യൂസിംഗ് ആണ്. നിങ്ങൾ പോകുമ്പോൾ നോക്കിയാൽ മതി. ഇതിന് മുകളിൽ ഈ ക്ലോക്കിന്റെ മുകളിൽ നമ്മൾ 12 ആണല്ലോ വരേണ്ടത്. റോമൻ ലെറ്റേഴ്സിലാകുമ്പോഴത്തേക്ക് 12 ഒരു X ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്ന 11 ആണോ 9 ആണോ എന്ന് വായിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ക്രോണോളജി, നമ്മുടെ ചരിത്രം വളരെ കൺഫ്യൂസിങ്. അതുകൊണ്ടാണ് ഈ സൂചികൾ അവിടെ നിൽക്കാതെ ഇൻഫിനിറ്റിയിലേക്കും ഒക്കെ പോകുന്നത്. ഇതൊരു സിംപ്ലിസിറ്റിയുടെ വേറൊരു അടയാളമാണ്. ഈ ലാളിത്യം നമ്മൾ സ്വീകരിക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരമ്മ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത കാര്യം പറഞ്ഞല്ലോ, അല്ലേ? പുറത്തിറങ്ങിയ കുറെ ഇലകൾ കിട്ടും. അതെ, ആ ഇലകൾ നമുക്ക് പാചകം പിടിച്ച് ചിലർക്ക് ഇരിപ്പുണ്ട്. അത് കഴിച്ചിട്ടുള്ള ആളുകളുണ്ട്. അത് സാധ്യമാണ്. ചൊറിയണം കിട്ടിയാലും അത് അതൊന്നും നമുക്ക് അതെ. ഞങ്ങൾ ഒരുമിച്ച് ഒരു കൂടാരത്തിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏത് മലയില സാറേ? കഠിനമായ തണുപ്പും മഴയും മഞ്ഞും എല്ലാം ഉള്ള സമയത്ത് വേഷം മുഴുവൻ നനഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പ്രായമുള്ളവരായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കൂടാര പകുതി തന്നു. ബാക്കിയുള്ളവർ ഇവിടെ കടന്നുവെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു കഷ്ണം വിറക് കത്തിക്കാൻ പ്രയാസമായിരുന്നു. അതുപോലെ മഴയും തണുപ്പുമായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് കിടന്നപ്പോൾ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു. സാർ വളരെ ശാന്തമായിട്ട് കൂടാരത്തിൽ കിടന്ന് ഉറങ്ങി. സാറിന്റെ ഉറക്കത്തിന്റെ ശാന്തത അനുഭവിച്ച് ഞാനും ഉറക്കത്തിലേക്ക് പോയി. ഇത് ഒരു അനുഭവമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു എളിയ ഒരു പ്രപ്പോസല്, നമ്മൾ സാധാരണ ഭക്ഷണം, സാധാരണ വേഷം ഒക്കെയുണ്ട്. നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് 2-3 ആഴ്ച കൂടുമ്പോഴേ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരണം. 2-3 ദിവസം മതി, 2 ദിവസം മതി. ഇങ്ങനെ എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ സാധാരണ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും ഇലകളും ഒക്കെ ഉപയോഗിച്ച് ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ
ഭയങ്കരമായ മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടാകും എന്നുള്ളൊരു സംശയത്തില്ല. അത് ഗാന്ധിയുടെ ഒരു ശൈലി. ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് മൗനം എടുക്കുകയും ഇങ്ങനെയുള്ള ഫ്രൂട്ടും നട്ട്സും മാത്രം ഉപയോഗിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്തല്ലോ. ഇത് സാധ്യമാണ് എന്നുള്ള സാറിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായൊരു സംഗതി. ഞാൻ വളരെ നന്ദിയോടുകൂടി അത് കേട്ടിരിക്കുകയായിരുന്നു. ഈ വിധം ഭക്ഷണമൊക്കെ നമുക്ക് ഞാൻ ഈ ഹിമാലയത്തിൽ ഒരുപാട് യാത്ര ചെയ്യുന്നതുകൊണ്ട് ഹിമാലയ ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പഹാടികൾ തരുന്ന ഭക്ഷണം പ്രധാനമായിട്ട് ഇലകളാണ്. ഇലകളിൽ നിന്നാണ് ഈ സബ്ജി ഉണ്ടാക്കുന്നത്. അവർ ചപ്പാത്തിയും ഈ ഇലകൾ കൊണ്ടുള്ള സബ്ജി അവരിങ്ങനെ പുറത്തോട്ടിറങ്ങി ഇത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പറിച്ചുകൊണ്ട് വരുന്നത് കാണാം. അങ്ങനെ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ട്. പക്ഷേ നല്ല സുഖമാണത്. കഴിച്ചു കഴിഞ്ഞാൽ വയറ് ശാന്തമാവും. വയറ് ശാന്തമാകുമ്പോൾ മനസ്സും ശാന്തമാവും. യഥാർത്ഥത്തിൽ നമുക്ക് ഇപ്പോൾ ഈ വയറിൻ്റെ ശാന്തത ഇല്ലായ്മയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വളരെ വ്യാപകമായി കേരളത്തിലേക്ക് ഇപ്പോൾ ഏറ്റവും അധികം വികസനമായിക്കൊണ്ടിരിക്കുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഇൻഡസ്ട്രിയാണ്. ഇവിടെ ഇത് എന്തൊക്കെയാണ് ഇതിലും സംഭവിക്കുന്നതെന്നുള്ളത് നാം പഠിച്ചിട്ടില്ല. നമുക്ക് ഈ ഭക്ഷണം മനുഷ്യനെ ആ രീതിയിൽ മാറ്റുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ സമയം ഒരു 5 മിനിറ്റ് നിർത്തിയേക്കാം. ഒരു ചെറിയ 1-2 കവിത മലയാളത്തിൽ അത് ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഈ സൗന്ദര്യവും ലാളിത്യവും ഒക്കെ കൂടി ചേർന്നൊരു മുഗ്ധമായൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുമാരപിള്ള സാറിൻ്റെ ഒരു കവിത. കുമാരപിള്ള സാറിനെയൊക്കെ നമ്മൾ പലരും മറന്നുപോയി. ജി കുമാരപിള്ളയൊക്കെ. അദ്ദേഹം വളരെ മികച്ച കവിയാണ് മലയാളത്തിലെ. ഇപ്പം എത്ര പേര് ഓർക്കുന്നുണ്ടാവും അറിഞ്ഞുകൂടാ. അതുപോലെ നമ്മുടെ മദ്യനിരോധന പ്രസ്ഥാനത്തിലേക്ക് അവസാനം വന്ന നല്ല വളരെ ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഗാന്ധിയനായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ മുഗ്ധം എന്ന് പറയുന്ന ഒരു കവിത ഒരു രസത്തിന് വേണ്ടി വായിക്കുന്നേ ഉള്ളൂ, വ്യത്യാസത്തിന് വേണ്ടി. മുഗ്ധം ആ വാക്കിന് തന്നെ ഒരു എന്താ പറയേണ്ടത്, ഒരു എൻലൈറ്റനിങ് വേർഡായിട്ട് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഈ വാക്കുകളെല്ലാം അദ്ദേഹം ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരവസ്ഥ. മഞ്ഞുതുള്ളി പോൽ നറും മഞ്ഞു വീണലിയുന്ന കുഞ്ഞു പൂവു പോൽ പൂവിൻ പിഞ്ചിതൾ തരി പോലെ ദൂരെ നിന്നെത്തും സൗമ്യമാം സുഗന്ധത്തിൽ ഗൂഢമായി മയങ്ങുന്നൊരോർമ്മ പോൽ വിഷാദം പോൽ ഗീതിക നിലയ്ക്കവേ നേരിയ വീണാനാദം കേണുകേണലിഞ്ഞൂറും വായുവിൻ സ്പർശം പോലെ നീരവ വിശാലമാം കായലിൽ തോണിക്കുള്ളിൽ പാതിരാമയക്കത്തിൽ ഞെട്ടിയ ഭാന്തൻ കാൺകെ ശ്യാമളപ്രപഞ്ചത്തിൻ സീമയിൽ ഘനശ്യാമരേഖയാം തീരത്തെങ്ങോ മിന്നിടും ദീപം പോലെ ഓതുവാനാവില്ലല്ലോ ഭാഷതൻ മുനയെങ്ങാനേശിയാൽ പിഞ്ചിപ്പോകും സ്നിഗ്ധതേ നിന്നെപ്പറ്റി. ഓതുവാനാവില്ലല്ലോ ഭാഷതൻ മുനയെങ്ങാനേശിയാൽ പിഞ്ചിപ്പോകും സ്നിഗ്ധതേ നിന്നെപ്പറ്റി. ഭദ്രമൻ വാത്സല്യത്തിൻ ഒതുങ്ങുന്നു നിത്യവും പാറുന്നു ഞാൻ മുഗ്ധതേ നിന്നെ ചുറ്റി. അങ്ങനെ വളരെ ആർദ്രമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ച ഒരു കവിതയാണത്. ഇപ്പോൾ അതുപോലെ തന്നെ മലയാളത്തിൽ ദീപ്തമായ ലളിത വാക്കുകൾ കൊണ്ട് കവിത എഴുതിയൊരു കവിയുണ്ട്. അദ്ദേഹം ആകെ 10-60 കവിത എഴുതിയിട്ടുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ ആർ രാമേന്ദ്രൻ എന്ന് പറയും. ആർ രാമേന്ദ്രൻ മരിച്ചുപോയി. വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു കവിയായിരുന്നു അദ്ദേഹം. അവസാനം കവിതയിൽ നിന്ന് തന്നെ അദ്ദേഹം ഈ വാക്ക് കുറച്ച് കൊണ്ടുവന്നിട്ട് അവസാനം വാക്കില്ലാതെ ആയിപ്പോയി എന്ന് പറയുന്ന പോലെ കവിത തന്നെ നിർത്തിയ ഒരാളാണ്. വാക്കിനെയൊക്കെ മറികടന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഈ വാക്കിലിങ്ങനെ കൂടുതൽ ഭ്രമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് സാഹിത്യം എഴുതുന്നത്. ആ ഭ്രമം കഴിഞ്ഞാൽ നമ്മൾ അതിനും അപ്പുറത്തേക്ക് പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ മന്ത്രം അങ്ങനെയാണ്. മന്ത്രം ഇങ്ങനെ ചുരുങ്ങി വന്നിട്ട് വാക്കിൻ്റെ ഏറ്റവും സൂക്ഷ്മവും ശക്തി നിർഭരവുമായിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത് മന്ത്രമാണെന്നാണ്. അതുകൊണ്ടാണ് മന്ത്രം ചൊല്ലുക എന്ന് പറയുന്നത്. മന്ത്രത്തിന് അത് അങ്ങനെ, പക്ഷേ എത്ര പേർക്ക് മന്ത്രം അറിഞ്ഞു വരുന്നു എന്നുള്ളത് ആണ് നമ്മുടെ പ്രശ്നം. മന്ത്രം അറിഞ്ഞാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പൂജ നടത്തിയിരുന്നെങ്കിൽ ലോകം മുഴുവൻ നന്നായി പോനെ എന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മുടെ പള്ളിയിലും അല്ലാതെ അത് ആ ഒരു അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ സ്വരിക്കുക എന്ന് പറയും. അതിൻ്റെ ഒരു ശക്തിയിൽ ചൊല്ലാൻ ശേഷിയുള്ള ഒരു പൗരോഹിത്യം നമുക്കുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ശോണരശ്മി എന്ന് പറഞ്ഞ കവിതയുടെ പേര്. വളരെ നേർത്ത വാക്കുകളൊക്കെയാണ്. ഉറങ്ങിപ്പോയോ വാനം, ചെവിയോർക്കുന്നു താഴെ പുൽത്തലപ്പുകൾ, ഒന്നേ ഞാൻ അറിയുന്നേൻ നിത്യത തന്നെ ആത്മാവിലൂർന്നതാം ഒരശ്രുബിന്ദു പോൽ
വെളിച്ചം വീണലിഞ്ഞതാമീ അന്ധകാരത്തിൻ തടം തന്നിൽ ആരെയോ കാത്തു നിൽക്കുകയാണാരോ. ഭീമമാം വർഷാകാലഛായയിൽ മേവും വ്യോമമൂർത്തി തന്നഭംഗമൗനം പോലെ, ഏകാന്ത ക്ഷേത്രഗോപുരം പോലെ ഗംഭീരമാം ഈ പ്രതീക്ഷയിൽ ഒന്നേ ഞാൻ അറിയുന്നേൻ. ശൈലനിർച്ഛരം തന്നിൽ ചിറകുവിടർത്തുന്ന വാർമഴവില്ലായി പ്രേമം പൂത്തു നിൽക്കുകയാണെങ്ങോ. ഭൂവിൻ ചിരന്തന ദുഃഖം ഒരു ശോണരശ്മിയായി വിറകൊള്ളുകയാണെങ്ങോ. കുതികൊണ്ടിടും കാലം ഏതോ നിനവാൽ കാലിടറി തലതാഴ്ത്തി നിൽക്കുകയാണെങ്ങോ. രാമേന്ദ്രൻ വളരെ വ്യത്യസ്തമായ കവിതകൾ എഴുതിയിട്ടുള്ള ഒരു മലയാളത്തിലുള്ള ഒരു കവിയാണ്. അപ്പോൾ ഇനി കൂടുതൽ ഈ വിഷയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് ആണ് സംസാരിക്കുക എന്നാണ്. ഇപ്പം നമുക്ക് ചിന്തകരിൽ പലരുടെ ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഒക്കെ ഈ ഒരു സരളത നമുക്ക് കാണാം. അത് അദ്ദേഹത്തിൻ്റെ ആഖ്യാന രീതിയൊക്കെ വ്യത്യാസമാണെങ്കിലും ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ ശാസ്ത്രജ്ഞനും ഒരു ശാസ്ത്രജ്ഞൻ്റെ വ്യത്യാസം ഒരു പരുന്തിൻ്റെയുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹം പറയുന്നുണ്ട്. An eagle in its flight does not leave any mark, but the scientist does എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ഒരു ഈഗിൾ, ഒരു പരുന്ത് പറക്കുമ്പോൾ ഒരു മാർക്കും അവശേഷിപ്പിക്കുന്നില്ല, പക്ഷേ ശാസ്ത്രജ്ഞൻ അവശേഷിപ്പിക്കുന്നു. An eagle in its flight does not leave any mark, but scientist does. അപ്പം അത് ഒരുപാട് സംഗതി ഉള്ളത്, അതിനകത്ത് ഒരുപാട് മാനങ്ങളുള്ളൊരു വാചകമാണ്. അപ്പോൾ കൃഷ്ണമൂർത്തി ഈ അടയാറിൽ ഇടയ്ക്ക് വരുമായിരുന്നു, മദ്രാസ് അടയാറിൽ. അപ്പോൾ അടയാറിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുന്ന കുട്ടികൾക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്, അവരോടൊക്കെ സമ്മതിക്കാറുണ്ട്. അപ്പോൾ ഒരു മാവിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഒരു അടയാറിൽ പോയിട്ടുണ്ടോ അവിടെ കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ, അവിടെ ഒരു മാവിൻ്റെ ഒരു തണലിലിരുന്നാണ് അദ്ദേഹം കുട്ടികളൊക്കെ ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം രാവിലെ ഇങ്ങനെ കുട്ടികളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ കൃഷ്ണമൂർത്തിക്ക് കുട്ടികളുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നതിന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായിരുന്നു അദ്ദേഹത്തെ അതുപോലെ ഒരു ആളാണ്. അരവിന്ദൻ കൃഷ്ണമൂർത്തിയെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈ മരത്തിലിരുന്ന് ഒരു കിളി ചിലച്ചു. അപ്പോൾ കൃഷ്ണമൂർത്തി നിശബ്ദനായി. കുറേ സമയം ഈ കിളിയുടെ ഈ പാട്ട് അങ്ങ് തുടർന്നു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ അധ്യയനം ഇതോടെ അവസാനിച്ചു. പിന്നീട് അദ്ദേഹത്തിനൊന്നും പറയാനില്ല, ആ കിളി മുഴിക്കും. ഇതൊക്കെ ഒരു എന്താണ് വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ചില അപ്പോൾ ഒരു സംഗതികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അച്ഛനെ ഇതിനകത്ത് ഒരു രസമായിട്ടുള്ളൊരു സംഭവം പറയുന്നുണ്ട്. നമുക്ക് ഈ ഇതുപോലെ ചില വാക്കുകൾ ഇപ്പോൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു വൈരുദ്ധ്യം കൂടി സൂചിപ്പിക്കാനായിട്ട് ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു പാസേജ് വായിക്കാം. കിങ്ഫിഷർ എന്നാണ്, വളരെ രസകരമായിട്ടുള്ളതാണ്, ഇതിൻ്റെ ഒരു വൈരുദ്ധ്യമാണ്. ഡൽഹിയിൽ നിന്ന് വന്ന സന്ദർശകൻ മുറ്റത്തെ ചിക്കുമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഒരു പൊന്മാൻ മരക്കൊമ്പിൽ വന്നിരിക്കുന്നത് കണ്ട് ഞാൻ പറഞ്ഞു, സന്ദീപ് നോക്കൂ, കിങ്ഫിഷർ. സന്ദീപ് നോക്കി. ഉടൻ പറഞ്ഞു അത്ഭുതത്തോടെ, ഓ വിജയമല്ലയ. വിജയമല്ലയ? അതെ, കിങ്ഫിഷർ ബീർ, കിങ്ഫിഷർ എയർലൈൻസ്, കിങ്ഫിഷർ. പൊന്മാൻ അതിൻ്റെ പാട്ടിന് പോയി. ഇതാണ് നമ്മൾക്ക് ഇത് പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു വൈരുദ്ധ്യം അതാണ്. നമ്മൾ സംഭാരം എടുത്ത് കൊടുക്കുമ്പോഴേ എന്താണ് തിരിച്ച് പറയുന്നത് നമുക്ക്. അപ്പോൾ ഇത് വളരെ രസകരമായിട്ട് തോന്നിയത് അതിൻ്റെ ഒരു വൈരുദ്ധ്യം അതാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഈ കഠിനമായ വേഗത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ അക്ഷിതയുടെ 2-3 ഹൈക്കു വായിക്കാം. ഈ
ചില സങ്കടങ്ങൾ. അഷിത നമുക്കറിയാം, മരിച്ചുപോയി. നല്ല മലയാളത്തിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കഥകൾ എഴുതി ഒരുപാട് ഒരു കഥാകാരിയാണ്. ചില സങ്കടങ്ങൾ. പൂവ് നെഞ്ചിലൊതുക്കിയ ഒരു കുഞ്ഞു സങ്കടം പോൽ ദാ നോക്കൂ ഒരു മഞ്ഞുതുള്ളി. ഇത്രയേ ഉള്ളൂ. ഈ ഹൈക്കു എന്ന് പറയുന്നത് ഒരു പൈട്രി ഫോമാണ്. 3 വരിയാണ് ഹൈക്കുവിനുള്ളത്. അത് 3ാമത്തെ വരി ഇപ്പോൾ ഭാഷോയുടെയാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഹൈക്കു. അതിനകത്ത് തിയറിറ്റിക്കലായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇത് പറയുന്നത് 3ാമത്തെ വരി നക്ഷത്രം പോലെ പ്രകാശിക്കണമെന്നാണ്. അപ്പോൾ ആ 3ാമത്തെ വരി നക്ഷത്രം പോലെ, 2 വരി കഴിയുമ്പം ആ 3ാമത്തെ വരി അങ്ങനെ ആകുമ്പോഴേ അത് ഹൈക്കുവായിട്ട് മാറുകയുള്ളൂ. അതെങ്ങനെ പ്രകാശിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. രാത്രിയിൽ കണ്ടത്. കേഴുന്ന രാക്കിളിക്ക് പ്രപഞ്ചം ചുരത്തും പാലുപോൽ പരക്കുന്നുണ്ടല്ലോ നിലാവ്. മൂന്നടിയുമായി ദൈവത്തിൻ്റെ ഹൈക്കുകൾ എന്ന് പറഞ്ഞൊരു 3 അടിയുമായി വാമനൻ, 3 വരയുമായി അണ്ണാറൻ, 3 വട്ടം കൂവലും 3 വട്ടം തുള്ളലും 3-ാം ദിനം ഉയിർക്കലും, ദൈവമേ നീ രചിച്ച ഹൈക്കു വിസ്മയങ്ങൾ. ഒരു പശു മരത്തിൻ്റെ ചവിട്ടി നിൽക്കുന്ന ഒരു പശുവിൻ്റെ ശാന്തി. ആൽമരത്തണലിൽ അയവിറക്കും പശുവിൻ കണ്ണിൽ ദൈവം മറന്നു വച്ച ശാന്തി സൂക്തം. അപ്പോൾ നമുക്കൊരു ചിത്രം ഇവിടെ വരികയാണ്. ഒരു ആല്, പണ്ടൊക്കെ നമ്മുടെ അമ്പലങ്ങൾക്ക് പരിസരത്തൊക്കെ ആല് ഇങ്ങനെ വെയിൽ വരുന്നു, അവിടെ ഒരു പശു കാണും. ആ പശുവിൻ്റെ ഓൻവി പറഞ്ഞ പോലെ ചിലപ്പോൾ അതിൻ്റെ പുറത്തൊരു കാക്ക കാണും. കാക്കച്ചിയെ തിടമ്പേറ്റുന്ന പൈക്കളും ചേർന്ന നട്ടുച്ച എന്നാണ് ഓൻവി പറയുന്നത്. അപ്പോൾ അവിടെ ഈ പശു ഇങ്ങനെ അയവിറക്കുമ്പോൾ അതൊരു അത് പറയാൻ പറ്റില്ല. ഒരു പ്രത്യേക ഒരു കാഴ്ചയാണത് എന്ന് പറഞ്ഞാൽ ദൈവം മറന്നു വെച്ച ആ ഒരു അലസതയും അതിൻ്റെ ഒരു ആ വെയിലും ഇങ്ങനെ ഉള്ള സംഗതി. അഷിതയുടെ നമുക്ക് നീ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. ഞാനൊന്ന് ചെറിയ മർഗീസ് ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് ഇതിന് ആണ് അത് അച്ഛൻ പറയുന്നതായിരിക്കും നല്ലത്. പാർവതി ടീച്ചർ പോയെന്ന് തോന്നുന്നല്ലേ? അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കാമായിരുന്നു. അത് പ്രതിഭ അത് ഇതുമായിട്ട് അതിനെക്കുറിച്ച് അങ്ങനെ ടെക്നിക്കലായിട്ട് അധികം അറിഞ്ഞുകൂടാ ഞാൻ. അത് പ്രതിഭയുടെ ജീനിയസിൻ്റെ 2 മുഖങ്ങളാണത്. ഒന്ന് നൈസർഗികമാണ്, ഒന്ന് ഭാവയിത്രി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വിടർന്നു വരുന്ന, മറ്റേത് നമ്മൾ അഭ്യാസം കൊണ്ട് വരുന്നതാണ്. സിദ്ധിയും സാധനയും എന്ന് പറയല് അത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യത്രി പ്രതിഭ, ഭാവയിത്രി പ്രതിഭ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ നടനത്തിലത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നടനം പഠിക്കുന്ന ഒരേ രീതിയിൽ. ഇപ്പോൾ കഥകളിയുടെ നടനം അല്ലെ കൂടിയാട്ടത്തിൻ്റെ നടനം പഠിക്കുന്നത് എല്ലാവരും ഒരേ രീതിയിലാണ്. പക്ഷേ എല്ലാവരും കലാമണ്ഡലം ഗോപിയാകില്ല, എല്ലാവരും മാണിമാധവ ചാക്യാരാകില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. ഒരു അധ്യയനമൊക്കെ ഒരേപോലെയാണ്. അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പ്രതിഭയുടെ കെമിസ്ട്രിയാണത്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ചിത്രം എങ്ങനെ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുന്നില്ല, അച്ഛൻ എങ്ങനെ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളത് നമുക്കും പറയാൻ പറ്റില്ല. അച്ഛനും ഒരുപക്ഷെ പറയാൻ പറ്റില്ലെന്നില്ല. കഴിഞ്ഞില്ല, ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ മീറ്റിംഗ് പറഞ്ഞുകൊണ്ടിരിക്കുക. എടുത്തോ. നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ വഴികള് ഗഹനവും അതൊക്കെ അതാഴവും ഞാൻ വല്ലാതെ ഞങ്ങളെ സ്വാധീനിച്ചു. അതിന് പ്രത്യേകവും ലളിതമായ കാര്യവും വളരെ ഞങ്ങൾ കൊണ്ടുപോയ വഴികള്, കാഴ്ചകൾ എല്ലാം കാഴ്ചകൾ തന്നെയായിരുന്നു. അത് അച്ഛൻ പറഞ്ഞ ഗാന്ധിജിയുടെ
കൂടെ സഹോസ്യ മദാമയെ പറ്റി പറയുമ്പോഴും ഏറ്റവും അവസാനം വന്ന ഹൈക്കൂന്റെ അത് വന്നതൊക്കെ എന്താ പറയുക, എന്നൊരു വലിയൊരു അനുഭവം അതെല്ലാം ഈ ദിവസവുമായി ചേർന്ന് നിൽക്കുന്നു. അത് കൈക്കൂലി ഭാഷയിൽ നമുക്ക് അങ്ങനെ ഒരുപാട് ഇപ്പം ഈ താരാട്ടെന്ന് പറയുന്നതേ, ഈ താരാട്ടം എന്നുള്ളത് അത്ര എളുപ്പമല്ല എഴുതാൻ. അത് ഇപ്പം ഈ നമ്മുടെ സ്വാതിരുന്നാൾ മറ്റേ ഇതിൽ ഇരമ്പൻ തമ്പിയുടെ ആ താരാട്ടം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു താരാട്ട് ഒരുപക്ഷെ എങ്ങൊന്നും ഇപ്പോൾ ഓമനത്തിങ്കൽ കിടാവോ എന്നുള്ള അതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്കാലവും നിലനിൽക്കുന്ന രീതിയിലുള്ള അതങ്ങനെ ഒരു ലളിതമായ ഒരു വഴക്കം, ഈ ഭാഷ ഈ വാക്കുകളുടെ ഒരു കവിതയിൽ ഉപയോഗമുള്ളൊരു വഴക്കം മലയാളത്തിനുണ്ടെന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ്. മലയാള ഭാഷയ്ക്ക് പൊതുവെ ഒരു വിവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കത് കൂടുതൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ ലോകത്ത് ഏത് ഭാഷയിൽ നിന്നും വിവർത്തനം ചെയ്യാൻ ഇതിലുള്ള ക്ഷമത മലയാളത്തിന് ഉണ്ട്. അത് ഈ ഭാഷയുടെ തന്നെ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഈ ആർ രാമേന്ദ്രനെ പോലുള്ളവരും കുമാരവിള സാറിനെ പോലുള്ളവർക്കും ഇങ്ങനെ കവിത എഴുതാൻ പറ്റുന്നതും ആശാന് വളരെ ദാർശനികമായിട്ടുള്ള എങ്കിലും ഉള്ള കവിത എഴുതാൻ പറ്റുന്നതും ഒക്കെ ആ ഭാഷയുടെ വഴക്കത്തിൽ പെടുന്നതാണെന്ന് തോന്നുന്നു. വേറൊരു വിഷയമാണത്. അപ്പോൾ നമുക്ക് ഭാഷയ്ക്ക് ഇങ്ങനെ ഒരു ലളിതമായിട്ടുള്ള ഒരു എന്താണ് ഒരു സമ്പ്രദായം നമുക്ക് അങ്ങ് പഴമ മുതൽ ഇപ്പോൾ കണ്ണശ്ശ രാമായണം എടുത്ത് നോക്കിയാൽ അറിയാം. ഈ കണ്ണശ്ശ രാമായണത്തിൽ ഇത് കൽപ്പനകളുടെ ഒരു ഗാംഭീര്യം വളരെ ലളിതമായ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് കണ്ണശ്ശ രാമായണം. ഒരുപക്ഷെ അധ്യാത്മ രാമായണത്തെക്കാൾ ലളിതമാണ് കണ്ണശ്ശ രാമായണം. 14-ാം നൂറ്റാണ്ടിലാണ്. അതിൽ അസാധ്യമായിട്ടുള്ള ബിംബങ്ങളും കൽപ്പനകളുമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ താമര വിടരുന്നത് തടാകത്തിൽ എന്താണ് തടാക ജലോപരി തീയെരിയുമ്പോൾ എന്നാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 14-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഇപ്പോൾ വായിച്ചാൽ അത് ബാലചന്ദ്രൻ ചുള്ളിക്കാട്ടിൻ്റെ ഒരു കവിതയിലെ വരിയാണോ സംശയിക്കും. ആ രീതിയിലുള്ള അപ്പം അങ്ങനെയുള്ള ഒരു ഇതാണ് ഈ കണ്ണശ്ശ രാമായണത്തിലുള്ളത്. അപ്പോൾ ഇത് നമുക്കുണ്ടായിരുന്നു. അത് വരമൊഴി പാരമ്പര്യത്തിലെ പാട്ടിൻ്റെ വരമൊഴി പാരമ്പര്യമുണ്ട്. എഴുതപ്പെടാത്ത അതിൻ്റെ വലിയൊരു സംസ്കാരം ഉണ്ടായിരുന്നുകൊണ്ടും കൂടിയാണ് ഇത് വരുന്നത്. അതുപോലെ വഞ്ചിപ്പാട്ടുകളുടെയൊക്കെ ഈ ലാളിത്യം, ഭാവഭംഗി, അതിപ്പോൾ നമുക്ക് പടയണിപ്പാട്ടിലും നമ്മുടെ എല്ലാ അനുഷ്ഠാന കലകളിലെ പാട്ടുകളിലും എല്ലാം ഈ ഒരു സംഗതി ലളിതമായിട്ടും ഭാവനിബദ്ധവുമായിട്ടും ഉള്ള ഒരു സംഗതി കാണാം. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യത്തിൻ്റേതായ ഒരു അച്ഛൻ്റെ ചിത്രങ്ങളിലും ഒക്കെ ആ ഒരു സംഗതി ലളിതത്തിൻ്റെ ഒരു ലളിതം എന്നാൽ കലാദീപ്തവുമായ ഒരു ഇത് അച്ഛൻ്റെ ഈ കലയിലുപരി ജീവിതത്തിലും കാണാം എന്നുള്ളത് ആണ് നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ഒരു ചെറിയ സംഗതി അച്ഛനൊരു സമ്മാനം പോലെ ഒരു സംഗതി കൊടുക്കുകയാണ്. ഇത് ഞാൻ ഹിമാലയത്തിൽ നിന്ന് ഉള്ള ഒരു ഭൂർജപത്രം എന്ന് കേട്ടിട്ടുണ്ടാവും. ഭോജപത്രം എന്ന് പറയും, ഭൂർജപത്രം എന്ന് പറയും. ഇതാണ് പണ്ട് മഹാഭാരതമൊക്കെ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് ഇതാണെന്നാണ് പറയുന്നത്. ഇത് ഞാൻ ഈ ആദി കൈലാസത്തിന് ട്രക്ക് ചെയ്തപ്പോൾ ആദി കൈലാസത്തിലേക്ക് 8-10 ദിവസത്തെ ട്രക്കിങ്ങാണ്. അപ്പോൾ അതിങ്ങനെ നടന്നു പോകണം. നടന്നു പോകുമ്പോൾ ഈ ഭൂർജ വൃക്ഷങ്ങളുടെ ഒരു വലിയൊരു വനത്തിൽ കൂടി പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ ഭൂർജപത്രങ്ങൾ കുറച്ചൊക്കെ ശേഖരിക്കാനായിട്ട് കുറച്ച് ദൂരെ മാറിയുള്ള ഒരു പഹാടി വില്ലേജിൽ അവർക്ക് ശേഖരിക്കാനുള്ള പ്രത്യേക അനുമതി ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എടുക്കാൻ പറ്റില്ല. കാരണം അത് ഫോറസ്റ്റ് ഇത് ഉപയോഗിക്കുന്നത്, അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് വെച്ചത് ലീഗലി കിട്ടിയ സംഗതിയാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഫോറസ്റ്റ് പിക്കിംഗ് അതൊക്കെ കുറേ നമ്മുടെ ഇവിടെ ഉണ്ടത് ലിമിറ്റഡ് ആയിട്ട് അവർക്ക് ശേഖരിക്കാനുള്ള. അപ്പോൾ ഇതിലാണ് പണ്ട് ഈ മഹാഭാരതം ഒക്കെ എഴുതിയത്. ഇത് രണ്ട് ഷീറ്റാണ്. ഇതൊരു മരമാണ്. ഇത് നമ്മുടെ പേര പോലെ ഇരിക്കും കണ്ടാൽ. പക്ഷേ അത് 12,000 അടി പൊക്കത്തിലാണ് ഇത് കൂടുതൽ വരുന്നത്. ഇത് 10,000 അടി പൊക്കത്തിലേക്കാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ 10,000-11,000 അടി പൊക്കത്തിലുള്ള ഒരു സ്ഥലം, ഒരു ഭൂർജ വനം. അതിൽ 1 കിലോമീറ്റർ ഒരു കുന്തി നദി എന്ന് പറയുന്ന നദിയുണ്ട് ആദി കൈലാസത്തിൽ നിന്ന് ഒലിച്ചു വരുന്നത്. അത് ഇൻഡോ ടിബറ്റൻ ബോർഡറിലാണ്. അവിടെ നിന്ന് ഈ നദിയുടെ തീരത്ത് ഒരു ഭൂർജപത്രങ്ങളുടെ 1.5 കിലോമീറ്റർ നീളത്തിൽ ഈ ഭൂർജപത്രങ്ങളുടേതായ ഒരു മലഞ്ചെരുവ് മുഴുവൻ ഭൂർജ വൃക്ഷങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക്
താഴെയുള്ളൊരു വില്ലേജിൽ നിന്ന് അവർ തന്നതാണിത്. ഇത് മഹാഭാരതം ഉൾപ്പെടെയുള്ളവർ ഇതിലാണ് എഴുതുന്നത്. ഇത് പോവില്ലെന്നാണ് പറയുന്നത്. ഈ കാളിദാസനൊക്കെ ഇത് പറയുന്നുണ്ട്, ചുവന്ന മഷി കൊണ്ട് എഴുതണമെന്നാണ് കാളിദാസൻ പറയുന്നത്, കുഞ്ചര ബിന്ദു ശോണ. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് എഴുതേണ്ടത് അനങ്കലേഖ പദ്യങ്ങളാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അച്ഛനായാലും ഇനിയിപ്പോൾ അതെ, അതിൻ്റെ തൊലി. അപ്പോൾ ഇതിൽ അച്ഛനൊരു ചിത്രം വേണമെങ്കിൽ വരച്ച് നോക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇത് വളരെ എന്നെ സംബന്ധിച്ചോളം വളരെ വിശിഷ്ടമായൊരു വസ്തുവാണ്. അപ്പം എൻ്റെ ഈ ഹിമാലയത്തിൽ നിന്നുള്ള യാത്രകളുടെ നിന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ അച്ഛനൊരു സമ്മാനമായിട്ട് തരുന്നു. ചിത്രം വരയ്ക്കാം. ഇത് 2 ഷീറ്റായിട്ട് എടുക്കാം, എന്നിട്ട് എടുത്തെടുക്കാം. 2 ഷീറ്റാണ് ഇങ്ങനെ വരുന്നത്. ശരിക്കും പേപ്പർ പോലെ തന്നെ വരുന്നതാണ്. ഇതിങ്ങനെ ഇരുന്നോളൂ എന്നാണ് പറയുന്നത്. അതെ, ഇതിൽ വയ്ക്കാം, ഇതിൽ തന്നെ വയ്ക്കാം. ഇത് ബർച്ച് വിഭാഗത്തിൽപ്പെടുന്ന തന്നെ, ബർച്ച് ട്രീ വിഭാഗത്തിൽപ്പെടുന്ന. ഇവിടെ സംസ്കൃതത്തിൽ ഭൂർജപത്രം എന്ന് പറയും, ഭോജപത്രം എന്നും പറയും. അപ്പം കാളിദാസനുമൊക്കെ ഇതിൽ എഴുതിയതെന്നാണ് പറയുന്നത്. പറയാം, എന്ത് വേണമെങ്കിലും പറയാം. എല്ലാവർക്കും അറിയാമല്ലോ, ഡോക്ടർ ബാബു ജോസഫ് സാറ് ഗാന്ധി കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു. നമ്മുടെ കോട്ടയത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം. ഞാനൊരു സാഹിത്യകാരനോ ഒരു പണ്ഡിതനോ ഒന്നും തന്നെയല്ല. ഒരു കോളേജ് അധ്യാപകനായിരുന്നു, പിന്നെ കുറെ കാലം കോളേജ് പ്രിൻസിപ്പലായിരുന്നു. ആ പെർസ്പെക്റ്റീവിൽ 2-3 ഒബ്സർവേഷൻസ് നടത്തുകയാണ്. സാഹിത്യത്തിലൊന്നും എനിക്ക് വലിയ ഇതില്ല. ഞാൻ കഴിയുന്ന സത്യസന്ധമായ ഒരു ജീവിതം, ഗാന്ധിയുടെ അത്ര സത്യസന്ധമായിട്ടൊന്നും അല്ല പറയുന്നത്, സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്നുള്ളതേ ഉള്ളൂ, കഴിയുന്നത്. അപ്പൊ എൻ്റെ ഒരു ഒബ്സർവേഷൻ, അച്ഛൻ്റെ ആധ്യാത്മികതയുടെ ഒരു നിദർശനമാണ് നമ്മളിവിടെ കാണുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ആധ്യാത്മികതയുടെ കീ തിങ് ആയിട്ട് ഞാൻ കാണുന്നത് ലവ്, സ്നേഹം. അതാണ് ആധ്യാത്മികതയുടെ ഒരു കോർ പ്രിൻസിപ്പിൾ. അതിൽ നിന്നാണുള്ള ട്രൂ സത്യാന്വേഷണ കഥകൾ, അതെല്ലാം അതിൽ വരുന്നത് സ്നേഹം. പിന്നെ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിളാണ് ക്രിയേറ്റിവിറ്റി. God was creating everything. God was love. When Jesus Christ was asked the question, what are the 2 important commandments? He said, love your God, love your neighbor. ഇതിലെല്ലാം അടങ്ങിയിരിക്കും. അപ്പോ ഒരു ആധ്യാത്മികനെ സംബന്ധിച്ചിടത്തോളം സ്നേഹം വഴിഞ്ഞ് ഒഴുകുന്ന ഒരു ആധ്യാത്മികത, മറ്റൊരു ക്രിയേറ്റിവിറ്റി. അപ്പൊ അച്ഛൻ്റെ ആധ്യാത്മികതയുടെ ഒരു നിദർശനമാണ് ഇവിടെ നാം ഈ കാണുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. വേറൊരു ഒബ്സർവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, വി ആർ ഓൾ ലിവിങ് ഇൻ എക്സൈറ്റിംഗ് ടൈംസ് എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. അതുകൊണ്ട് പഴയത് നഷ്ടപ്പെടുന്നതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ ശ്രമിക്കേണ്ടവരൊക്കെ ശ്രമിച്ചു. സ്റ്റിൽ ഐ വിൽ സേ ദാറ്റ് പഴമയെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴത്തെ സമയത്തെ കാണേണ്ടത് എക്സൈറ്റിംഗ് ടൈംസിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഞാൻ ഒരു ചെറിയൊരു പൊട്ടൻ ഉദാഹരണം പറയാം. ഞാൻ പണ്ട് കൊച്ചിയിലൊക്കെ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ, ഞാനൊരു വളരെ ലോ ലെവലിലായിരിക്കാം സംസാരിക്കുന്നത്, ഒരു ആശയം പറയാൻ ശ്രമിക്കുക. പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ ആ പള്ളിയിൽ 2-3 ആളുകൾക്ക്, ഒരു കുടുംബക്കാരായിട്ടുള്ള ആളുകൾക്ക് കാറുണ്ട്. ഞങ്ങളൊക്കെ നടന്നു ചെല്ലുന്ന കുഞ്ഞുങ്ങൾ ആ നല്ല കാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പ്ലഷർ കാർ എന്നാണ് അതിനൊക്കെ പറയുന്നത്. പ്ലഷർ കാറിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് അതെനിക്കൊന്ന് തൊടാൻ ശ്രമിക്കും. അപ്പോൾ ആ ഡ്രൈവർ വളരെ ഗൗരവത്തോടെ തുടരുന്നൊക്കെ പറഞ്ഞ് വരട്ടി ഓടിക്കും. അപ്പോൾ ധരിച്ചിരിക്കുന്നത് ഈ കാർ എന്നൊക്കെ പറയുന്നത് എന്തോ വലിയൊരു സംഭവമാണ് എന്നാണ് ധരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഹെൽപ്പേഴ്സ് പോലും സ്കൂട്ടറും കാറും ഒക്കെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ truly I am excited about it. I am very, very happy about it. നമുക്ക് ഇരിപ്പുഴുക്കൻ അരിയുടെ ചോറുണ്ണാൻ സാധിക്കുന്നില്ലായിരിക്കും. നമ്മുടെ ഇവിടെ ഒരു പശു ഉണ്ടല്ലോ, എന്നാ പശുവാ? വെച്ചൂർ പശുവിന്റെ പാല് കുടിക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം. നമ്മൾ അതേക്കുറിച്ചൊക്കെ ദുഃഖിക്കണം.
അതേക്കുറിച്ചൊക്കെ എഴുതണം, ഇതൊക്കെ ചെയ്യണം. ബട്ട് ഇന്ന് ആളുകൾ കുറെ കൂടെയൊക്കെ സമൃദ്ധമായിട്ടൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാൻ സാധിക്കും. അതിനകത്ത് വിഷമൊക്കെ കലരുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. അതെങ്ങനെ കറക്റ്റ് ചെയ്ത് പോകാമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ ആളുകൾ കൂടുതൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒത്തിരി പോസിറ്റീവ് ഫാക്ടേഴ്സ് ഈ എക്സൈറ്റിംഗ് ടൈംസിൽ ഞാൻ കാണുന്നുണ്ട്. ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ എവിടെ കിടക്കുന്നറിയാമോ? ഈ നമ്മളിപ്പം സിസ്റ്റംസ് എന്ന് പറയുന്ന സംഗതി, സിസ്റ്റംസ്, അവിടെയാണ് ഞാൻ മഹാത്മാഗാന്ധി അച്ഛൻ പറഞ്ഞ പോലെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നത്. ഗാന്ധിജിയുടെ, ഞാൻ ഗാന്ധിജിയുടെ സെക്രട്ടറി അടുത്ത അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് വെങ്കട്ടറാം കല്യാണമായിട്ട് ഒരു ദിവസം മുഴുവൻ ചെലവഴിച്ച് ഒത്തിരി കാര്യങ്ങൾ ഗാന്ധിയെക്കുറിച്ച് മനസ്സിലാക്കി. ഗാന്ധിജി വാസ് എ ഗ്രേറ്റ് മാൻ, വാസ് വെരി മച്ച് അഹെഡ് ഓഫ് ഹിസ് ടൈംസ്. ഗാന്ധിജിയുടെ ഐഡിയ ഓഫ് ഗ്രാം സ്വരാജ്, സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ നേതൃത്വത്തിൽ കുറെ ആളുകൾ കഴിഞ്ഞ് സെൻട്രൽ പ്ലാനിംഗ് ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഗ്രാം സ്വരാജ് എന്ന് പറയുന്ന ഐഡിയയാണ് കുഴിച്ചു മൂടിയത്. നമ്മുടെ സിസ്റ്റംസിലും സ്ട്രക്ചറിലും ഗ്രാം സ്വരാജ്, ഡൂയിങ് തിങ്സ് ഫ്രം ബിലോ, അച്ഛനും ഞാനും ഈ സാറും ഇവിടെ ഇരിക്കുന്ന ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടുകയും അവിടെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഗ്രാം സ്വരാജ്. ഗാന്ധിജി 1915 ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ടുപിടിച്ച് വെച്ച് അദ്ദേഹം എഴുതി വെച്ചത് എന്താണെന്ന് വെച്ചാൽ, ഗ്രാം സ്വരാജും വില്ലേജ് സർപഞ്ചുമാണ് നമ്മുടെ ഗ്രാമീണ ജീവിതത്തിലെ നമ്മുടെ സാമൂഹിക ഘടനയുടെ ഫൾക്രം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഗ്രാം സ്വരാജ് ഉണ്ടാക്കിയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഗാന്ധിജി മരിച്ചു കഴിഞ്ഞു, പുതിയൊരു സെറ്റപ്പ് ഡൽഹിയിൽ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അവർ ഇത് മുഴുവൻ കീഴ്മേൽ മറിക്കുകയാണ് ചെയ്തത്. അതിന്റെ നിദർശനമാണ് മോഡി ഇന്ന് ടോയ്ലറ്റ് പണിയാൻ നടക്കുന്നത്. യഥാർത്ഥമായ ഒരു ഫെഡറൽ സംവിധാനത്തിൽ അതൊക്കെ താഴെ തലങ്ങളിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. മോഡി അമേരിക്കൻ പ്രസിഡന്റിന് 5-6 കാര്യങ്ങൾ ഡീൽ ചെയ്താൽ മതി, അതുകൊണ്ട് അത് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് പകരം നമ്മുടെ സിസ്റ്റം മുഴുവൻ കീഴ്മേൽ മറിച്ചു. അപ്പൊ സിസ്റ്റമിക് പ്രോബ്ലം ഇതിൻ്റെ അകത്തൊക്കെ ഇൻവോൾവ് ആണ്. അത് അമേരിക്കയിലാണെങ്കിലും ആ പ്രോബ്ലം അവർക്ക് ഉണ്ടാകാം, അവരതിനെ വേറെ തരത്തിലാണ് നേരിടുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പം നമ്മുടെ വില്ലേജ് നടക്കുന്ന കാര്യങ്ങൾ വരെ മോഡി തീരുമാനിക്കുന്നു. അപ്പോൾ സ്ട്രക്ചറൽ പ്രോബ്ലംസ് ഉണ്ട്. സോ ഒരു ആത്മീയന്റെ ചുമതല കൂടിയാണ് ഈ സ്ട്രക്ചറൽ പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, എലക്ഷൻ എക്സ്പെൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് പണം കളക്ട് ചെയ്യുന്നു. ഈ ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ എങ്ങനെ കുറച്ചുകൊണ്ട് വരാമെന്ന് ഒരു സാഹിത്യകാരനും ഒരു അച്ഛനും ഒരു അധ്യാപകനായ ഞാനും ചിന്തിക്കുന്നില്ല സീരിയസ് ആയിട്ട്. ഇന്ന് ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ സാറിനും അച്ഛനും ഒന്നും ഫേസ് ചെയ്യാൻ ഒക്കെയില്ല. കോടാനുകോടി രൂപ വേണം ഒരു അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും ഇലക്ഷനെ ഫേസ് ചെയ്യാൻ. ഇറ്റ്സ് എ സ്ട്രക്ചറൽ ഇഷ്യൂ. വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ദോസ് സ്ട്രക്ചറൽ ഇഷ്യൂസ്. സോ സ്ട്രക്ചേഴ്സ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ആ സ്ട്രക്ചറിൽ പ്രവർത്തിക്കുന്ന മനുഷ്യൻ ക്ലീൻ ആയിരിക്കണം. ഇങ്ങനെ ഉള്ള ചില ഒബ്സർവേഷൻസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ജസ്റ്റ് വാണ്ടഡ് ടു ത്രോ സം പോയിന്റ്സ്. അതായത് ഒരു ഓർഡർലി ഫാഷനിലൊന്നും പറഞ്ഞതല്ല. ഐ വാസ് ജസ്റ്റ് ട്രൈയിങ് ടു. നമ്മുടെ ഇന്നത്തെ പ്രഭാഷണം അവസാനിക്കുകയാണ്. നാളെ കലയും ആത്മീയതയും എന്ന വിഷയത്തെക്കുറിച്ച് പ്രശസ്ത ചിത്രകാരനും പുരോഹിതനുമായ ഫാദർ റോയി തോട്ടം സംസാരിക്കും 5 മണിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ആളുകളുടെ അഭ്യർത്ഥന പ്രമാണിച്ച് ഇത് നാളെ സമാപിക്കേണ്ടതാണ്. 2 ദിവസം കൂടെ, ശനിയാഴ്ച വരെ ഇത് നീട്ടിയിരിക്കുകയാണ്. ഏതായാലും ഈ ദിവസങ്ങളെല്ലാം നടന്ന 4 പ്രഭാഷണങ്ങളും അതിഗംഭീരമായ വിഷയങ്ങളായിരുന്നു. ആ വിഷയങ്ങളെക്കുറിച്ച് എല്ലാവരും വളരെ ആശയപരമായിട്ടും സിദ്ധാന്തപരമായും ദാർശനികമായും വളരെ ഗംഭീരമായിട്ട് സംസാരിച്ചു. ഇന്നും അത് ചെറിയാൻ പറഞ്ഞതുപോലെ ലാളിത്യത്തെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് നമുക്ക് സംസാരിച്ചു. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ മറ്റെല്ലാ വശങ്ങളിലേക്ക് സഞ്ചരിക്കാനും നമുക്ക് കഴിഞ്ഞു. പ്രസന്നകുമാർ സാറിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഞാൻ ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ ആരോട് പറഞ്ഞു നിർത്താം. ഈ സ്പിരിച്വാലിറ്റി എന്നുള്ളത് നമ്മളൊരു സോക്കോൾഡ് സ്പിരിച്വാലിറ്റി എന്നുള്ള അർത്ഥത്തിലല്ല ഞാനും ഉപയോഗിക്കുന്ന. അച്ഛൻ്റെ ഈ ചിത്രം വരയ്ക്കുക എന്നുള്ളതൊരു സ്പിരിച്വൽ സംഗതി തന്നെയാണ്. നമ്മൾ സത്യസന്ധമായ ഏത് പ്രവൃത്തി ചെയ്യുന്നതും സത്യസന്ധമായ ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് സ്പിരിച്വലാണ്. അത് എല്ലാത്തിലും ഉണ്ട്. നമുക്ക് സ്പിരിച്വാലിറ്റിയെ പെട്ടെന്ന് ഇപ്പോൾ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് വേറെ ചില സാമ്പ്രദായികമായ ചിട്ടവട്ടങ്ങളിലാണ്. അതിനെ മറികടക്കുന്ന ദർശനങ്ങളാണ് എല്ലാ ഈ നല്ല ചിന്തകരും അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള ആളുകളും ചെയ്തിരുന്നത്. ഞാനൊരു ചെറിയ ഒരു സെൻസാക്കിസ് ചെയ്യുന്ന ഒരു ചെറിയ കഥ 1 മിനിറ്റ് എടുക്കുകയുള്ളൂ, പറഞ്ഞിട്ട് നിർത്താം. എന്താണ് സ്പിരിച്വാലിറ്റി എന്നുള്ളത്? ഇപ്പോൾ സെയിൻറ്റ് ഫ്രാൻസിസ് എന്ന് പറയുന്ന നോവലിൽ തന്നെ
ഈ ഫ്രാൻസിസ് ഈ നിലാവുള്ള രാത്രിയിൽ അസീസി കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഭയങ്കരമായ നിലാവാണ്. നമുക്കറിയാം ഫ്രാൻസിസ് പകൽ കുഷ്ഠരോഗികൾക്കിടയിലും അങ്ങനെയുള്ള ഈ പ്രവൃത്തികളെല്ലാം ചെയ്തിട്ട്